ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. യേശു ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. എന്നും നല്ലവൻ. യേശു എന്നും നല്ലവൻ. അന്യനല്ലവൻ. യേശു ഇന്നലെയും എന്നും എന്നും അന്യനല്ലവൻ. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും. സാരമില്ലെന്നോതിടും തന്മാർവിൽ എന്നെ ചേർത്തിടും. സാരമില്ലെന്നോതിടും തന്മാർവിൽ എന്നെ ചേർത്തിടും. എന്നും നല്ലവൻ. യേശു എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. യേശു ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. എന്നും നല്ലവൻ. യേശു എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. യേശു ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. സംഭവങ്ങൾ കേൾക്കവേ കമ്പമുള്ളിൽ ചേർക്കവേ. സംഭവങ്ങൾ കേൾക്കവേ കമ്പമുള്ളിൽ ചേർക്കവേ. തമ്പുരാന്റെ തിരുവചനം ഓർക്കവേ പോരാകവേ. തമ്പുരാന്റെ തിരുവചനം ഓർക്കവേ പോലാകവേ. എന്നും നല്ലവൻ. യേശു എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. യേശു ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. എന്നും നല്ലവൻ. യേശു
മനസ്സും ഏകാഗ്രമാക്കി ഉള്ളം തുറന്ന് പറഞ്ഞു ഇത് പോരായേ ഇത് പോരായേ It's
അലക്ഷ്യമായി നിൽക്കുന്ന ചില മേഖലകൾ ഞാൻ ആലയത്തിനകത്ത് കാണുന്നു. അതിനെ മനഃപൂർവ്വമായി നമ്മുടെ അകത്ത് നിന്ന് എടുത്തു മാറ്റി കർത്താവിൻ്റെ സാന്നിധ്യത്തിനകത്ത്, നമ്മൾ ആലയത്തിനകത്ത്, ദൈവാലയത്തിനകത്ത്, ദൈവ സാന്നിധ്യത്തിൽ, ആരാധനയുടെ നടുവിൽ നിൽക്കുമ്പോൾ മക്കളെ, ദൈവം നമ്മളെ നടത്തിയ എല്ലാ വഴികളും ഒന്നോർത്ത് നന്ദി പറയാൻ. ഞാൻ ആ പദം അങ്ങനെ ഉപയോഗിച്ചോട്ടെ. ആഴ്ചയിൽ ഒരു ദിവസത്തിൽ 2.5-3 മണിക്കൂർ സമയമാണ് നമ്മൾ ആലയത്തിനകത്ത് അവിടുന്ന് സ്പെൻഡ് ചെയ്യുന്നത്. ഒരാഴ്ച ദൈവം നമ്മളെ നടത്തിയ എല്ലാറ്റിനും അവിടുന്ന് നന്ദി പറയാൻ. കർത്താവ് നമ്മളെ കരുതിയതിന്, കർത്താവ് നമ്മളെ സൂക്ഷിച്ചതിന്, കർത്താവ് നമ്മളെ നിലനിർത്തിയതിന്, കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത എല്ലാ പ്രവൃത്തികളും ഓർത്ത് എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം അടുത്ത ലെവലിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുൻപ് ഹൃദയമൊന്ന് ദൈവസന്നിധിയിൽ വിട്ടുകൊടുത്തേ. കുഞ്ഞുങ്ങളടക്കം എല്ലാവരും 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 കണ്ണുകളടച്ച് കർത്താവിൻ്റെ സാന്നിധ്യം കൊതിക്കുന്നവരെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ ആവശ്യം, എൻ്റെ ആഗ്രഹം, എൻ്റെ എന്താ പറയണ്ടേ, അതൊരു വാശിയാണോ? നിങ്ങൾ ഒരു പക്ഷെ അങ്ങനെ എടുത്താലും എനിക്കത് വിഷമമില്ല. സഭയ മക്കൾ ദൈവ സാന്നിധ്യം അനുഭവിക്കണം. ചോദിച്ചിനകത്തുള്ള എല്ലാവരും ദൈവ സാന്നിധ്യം അനുഭവിക്കണം. ആമേൻ. അതിന് നമ്മളെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കാൻ. ഒന്നോർത്ത് നോക്കിക്കേ, കഴിഞ്ഞ ഒരാഴ്ച ആപത്തുകളിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചു, അനർത്ഥങ്ങളിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചു, മുൻപിൽ വന്ന വെല്ലുവിളികളിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചു, തുടർമാനമായി വരുന്ന പരാജയങ്ങളിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചു. എന്നോട് ചേർന്ന് എത്ര പേർ ധൈര്യത്തോടെ പറയും, നമ്മളാരും നിൽക്കുന്നതല്ല, ദൈവം നമ്മളെ നിർത്തുന്നതാണ്. ഇന്ന് പകലും ദൈവം നമ്മളെ നിർത്തിയതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇടയ സങ്കീർത്തനം, ആമേൻ, 23-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം നമ്മൾ ചേർന്ന് പറയുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു. എല്ലാവരും എന്നോട് ചേർന്നെന്ന് പറഞ്ഞേ, എൻ്റെ യഹോവ എൻ്റെ ഇടയനാകുന്നു. എൻ്റെ ഇടയൻ, എൻ്റെ ഇടയൻ, എൻ്റെ ഇടയൻ, എൻ്റെ ഇടയൻ. ആ ഒരു ബന്ധം ഇന്ന് പകൽ ആത്മാവിലൊന്ന് സൂക്ഷിച്ചുകൊണ്ട് അടുത്ത സ്റ്റേറ്റ്മെന്റ്സിനെ നിങ്ങൾ ആത്മാർത്ഥമായി ഹൃദയത്തിൽ സ്വീകരിക്കുക. മുൻപിൽ വരുവാൻ പോകുന്ന പരാജയങ്ങളിൽ നിന്ന്, മുൻപിൽ വരുവാൻ പോകുന്ന പ്രതിസന്ധികളിൽ നിന്ന് നമ്മളെ വിടുവിക്കാൻ കഴിയുന്ന കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഇന്ന് പകൽ എൻ്റെ മേൽ നിറയ്ക്കണമേ എന്ന്. ഹല്ലേലൂയ. ഇനിത്തെ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക, വളരെ ഗൗരവമേറിയ വാക്ക്. ഇന്ന് പകൽ ഇവിടെ വ്യാപരിക്കുന്ന ഈ പ്രസൻസ് നിന്റെ കൂടെ വന്നാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാകും. വഴിയിൽ പതിയിരിക്കുന്ന ആപത്തുകളിൽ നിന്ന്, വഴിയിൽ പതിയിരിക്കുന്ന അനർത്ഥങ്ങളിൽ നിന്ന്, വഴിയിൽ പതിയിരിക്കുന്ന വെല്ലുവിളികളിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്ന ഒരു പ്രസൻസ് ഇന്ന് പകൽ എന്റെ കൂടെ വരണമെന്ന് അത് വിശ്വസിക്കുന്നവരൊന്ന് നന്നായി കരമടിച്ചുകൊണ്ട് ഈ പകലിൽ കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞു തുടങ്ങിക്കേ. ഞാൻ വീണ്ടും ആത്മാർത്ഥമായി എന്റെ സഭയ മക്കളോട് പറയുന്നു, ഇന്ന് പകൽ എല്ലാവരും ഈ പ്രസൻസ് അനുഭവിക്കണം. എല്ലാവരുടെ മേലും ഈ സാന്നിധ്യം ഇറങ്ങി വരണം. എല്ലാവരുടെ മേലും ഈ മഹത്വം ഇറങ്ങി വരണം. മുൻപിൽ വരുവാൻ പോകുന്ന വെല്ലുവിളികൾക്കകത്തു നിന്ന് ആത്മാവിൽ ജയിക്കുന്ന ഒരു സാന്നിധ്യം എന്റെ മേൽ. ഹല്ലേലൂയ. പോരാ പോരാ പോരാ, നന്നായി ഒന്ന് കരമടിച്ച്, നന്നായി ഒന്ന് കരമടിച്ച്, നന്നായി ഒന്ന് കരമടിച്ച്. ഹല്ലേലൂയ ഹല്ലേലൂയ. ശബലരഗൽ കടകനഗന അർക്കരാദലരിഗൽ കടകമന. എത്ര പേരെന്നോട് ചേർന്ന് പറയൂ, ഞാൻ നിൽക്കുന്ന ഈ അസ്ഥിയുടെ താഴ്വരയിൽ, ഞാൻ നിൽക്കുന്ന ഈ ഉണങ്ങിക്കിടക്കുന്ന ഈ അനുഭവത്തിൽ, ഞാൻ നിൽക്കുന്ന ഈ വേദനയിൽ, ഞാൻ നിൽക്കുന്ന ഈ പരാജയത്തിൽ അവൻ എന്നെ നിറയ്ക്കുവാൻ കഴിയുന്ന അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ സാന്നിധ്യം. എന്തോ പരിശുദ്ധാത്മാവിന്റെ അകത്ത് ഇങ്ങനെ ഒരു വാക്ക് പറയുന്നു, ഒട്ടും പച്ചപ്പ് കാണാത്ത ചില മേഖലയിൽ നീ ദൈവത്തിന്റെ പച്ചപ്പ് കാണാൻ പോകുകയാണ്. ഞാൻ വീണ്ടും ആത്മാവിൽ പറയുന്നു, ഒട്ടും പച്ചപ്പ് കാണാത്ത ചില മേഖലയിൽ നീ ദൈവത്തിന്റെ പച്ചപ്പ് കാണാൻ പോകുകയാണ്. ഞാൻ ആരോടോ പ്രവചിക്കുന്നു, ഇതുവരെ കാണാത്ത നന്മ നിന്റെ മേൽ എന്റെ ദൈവം റിലീസ് ചെയ്യാൻ പോകുകയാണ്.
പോരാ 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 പോരാ. ഇന്ന് പകൽ നീ ആത്മാവിൽ ആരാധിക്കുമ്പോ, ഇന്ന് പകൽ നീ ആത്മാവിൽ സ്തുതിക്കുമ്പോ ഒരു അസാധാരണ സാന്നിധ്യം. യെസ്, അതുകൊണ്ടാ പറഞ്ഞത്, പാടാൻ എനിക്കുണ്ടെങ്കിൽ, പറയാൻ എനിക്കുണ്ടെങ്കിൽ അതെന്റെ യേശുവിന്റെ നാമമാണ്. യേശുവല്ലാതെ നമുക്കൊന്നുമില്ല. യേശുവല്ലാതെ, യേശുവല്ലാതെ, യേശുവല്ലാതെ. ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. യോവേൽ പ്രവചിച്ച പ്രവചനമാണ്. ഇതൊരു അന്ത്യകാലമാ. എത്ര പേർ ശബ്ദമുയർത്തി പറയും ഇതൊരു അന്ത്യകാലമാ, ഇതൊരു അന്ത്യകാലമാ. ഈ കാലത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത്, അതിന് വേറെ സെൻസിൽ നിങ്ങൾ പോകരുത്, ഒരു പ്രത്യേക അഭിഷേകത്തിന്റെ കൈമാറ്റമാണ്. അഭിഷേകത്തിന് എന്താ പ്രത്യേകത? അഭിഷേകത്തിന്റെ ആമേൻ ഇതിലേക്കൊന്നുമല്ല. ആ വാക്ക് ഞാൻ നിങ്ങളുടെ മേൽ ആത്മാവിൽ പറയുന്നു. ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവിൽ ഒരു വലിയ ദൈവ സാന്നിധ്യം പ്രത്യേകമായി സ്പെഷ്യലി ചിലരുടെ മേൽ ദൈവം കൈമാറാൻ പോകുകയാണ്. പ്രത്യേകമായി ചിലരുടെ മേൽ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ കൈമാറ്റം. അതിനെ ഞാൻ ഇങ്ങനെ പറയാം. ആമേൻ ഹല്ലേലൂയ. എലിയാവിന്റെ മേൽ പകർന്നതുപോലെ അല്ല ദൈവം എലീശയുടെ മേൽ പകർന്നത്. ആമേൻ ഹല്ലേലൂയ. മുൻപോട്ട് വരുമ്പോൾ യെശയ്യാവിൽ പകർന്നതുപോലെ അല്ല യിരെമ്യാവിൽ ദൈവം പകർന്നത്. ആമേൻ. ഇവിടെ എല്ലാം വ്യത്യസ്തതകളുണ്ട്. വീണ്ടും മുൻപോട്ട് വരുമ്പോൾ പൗലോസിൽ പകർന്നതുപോലെ അല്ല പത്രോസിൽ ദൈവം പകർന്നത്. ഇവിടെ എല്ലാം വ്യത്യസ്തതയുണ്ട്. ഇന്ന് പകൽ ഇതിനകത്ത് ദൈവാത്മാവിൽ ഞാൻ പ്രവചിച്ചു തുടങ്ങുന്നു. ചിലരുടെ മേൽ വ്യത്യസ്തമായ അഭിഷേകത്തിന്റെ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് ആത്മാവിൽ ചിലരെ പിടിച്ചു കൊണ്ടുവരാൻ, കരം പിടിച്ചു ഉയർത്താൻ. വചനം ഇങ്ങനെ പറയാം. ഇന്ന് പകൽ എന്തോ എന്നോട് പ്രവചിക്കാൻ പറയാണ്. അഭിഷേകം ചില നുകങ്ങളെ തകർക്കുന്നു. അഭിഷേകം ചില നുകങ്ങളെ തകർക്കുന്നു. അഭിഷേകം ചില നുകങ്ങളെ തകർക്കുന്നു. ഇന്ന് പകൽ വെല്ലുവിളിച്ചു നിൽക്കുന്ന ചില നുകങ്ങൾ ഇനി അവിടെ കാണുകയില്ല. ഇനി അവിടെ കാണുകയില്ല. ഞാൻ പ്രവചിക്കുന്നു, ചില നുകങ്ങൾ ഇന്ന് പകൽ ഒടിയുന്നു. ചില നുകങ്ങൾ ഇന്ന് പകൽ ഒടിയുന്നു. ചില നുകങ്ങൾ ഇന്ന് പകൽ ഒടിയുന്നു. യെസ്, അതൊടിയുന്നത് ഒരു മനുഷ്യന്റെ ബലത്താലല്ല. അതൊടിയുന്നത് ഒരു രാഷ്ട്രീയ സംവിധാനത്തിലല്ല. അതൊടിയുന്ന ഒരു സാമ്പത്തിക ബലത്തിലല്ല. ഇന്ന് പകൽ ചിലരുടെ മേൽ പകരുന്ന അഭിഷേകം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെല്ലാം ശ്രദ്ധിച്ചേ, കുഞ്ഞുങ്ങളെല്ലാം ശ്രദ്ധിച്ചേ. ഇതൊരു പകർച്ചയുടെ സീസണാണ്. ഇതൊരു പകർച്ചയുടെ സീസണാണ്. വചനം പറയുന്നു, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. ഇന്ന് പകൽ ഒരു വ്യത്യസ്ത അഭിഷേകത്തിന്റെ ചലനം എന്റെ മേൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ആമേൻ ഹല്ലേലൂയ. വർഷിപ്പിൽ നിൽക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം ഇന്ന് പകൽ ചേർന്ന് കരങ്ങളടിച്ച് സന്തോഷത്തോടെ ഹല്ലേലൂയ ശബ്ദമുയർത്തി ആത്മാവിൽ ചേർന്ന് നമുക്ക് പാടാം. ഈ അഭിഷേകത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളെ മാറ്റിമറിക്കട്ടെ. കരമടിച്ച് സമയമല്ലോ ആത്മ
ധരാധന രിഗമനവേദാരബാരബ ധൂരബലബലബല ബൗഡരാധരാദിയാലബ റാന്ധുനി മനജാനക ധുരാധന റിഗൽ ഘടകരഗന ശബലബബബ റിഗബരഗൽ ഘടകരഗന റാന്ധരാരബബ ഊഡരബരബരബരബരബ ബബബ ശദലരഗനദരാര അക്കരങ്ങൾ ഉയർത്താൻ പറ്റുന്നവർ 1 മിനിറ്റ് സമയം അക്കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കുമോ? മറ്റെന്തൊന്നിനേക്കാളും യേശുവേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറയും. Thank you, Jesus. Thank you, Holy Spirit. ശരീരങ്ങളിൽ ഈ സാന്നിധ്യം അസാധാരണമായി ഇറങ്ങി വരാൻ കൊതിയോടെ അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ ദിവസത്തിൻ്റെ മധ്യാഹ്ന സമയത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നപ്പോൾ മുതൽ അപ്പൻ്റെ സാന്നിധ്യത്തോടെ ആരാധിപ്പാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും കർത്താവെ വചനത്തിന് മുന്നിലിരിക്കുമ്പോൾ നിൻ്റെ മക്കളുടെ ഹൃദയത്തിൻ്റെ ആവശ്യങ്ങളെ അറിഞ്ഞ് ദൈവം അവിടെ നിന്ന് വിളമ്പി അവരെ നിറഞ്ഞ് തുളുമ്പുന്ന അനുഭവത്തിൽ അവരെ പറഞ്ഞയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ ഒരു പ്രാവശ്യം കൂടി ഏൽപ്പിക്കുന്നു. എൻ്റെ ബലഹീനതയെ അറിവില്ലായ്മയും ദൈവം അറിയുന്നതിനായി സ്തോത്രം. എങ്കിലും കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ഇത്ര നല്ല രക്ഷകാ യേശുവേ, ഇത്രമാം സ്നേഹം നീ തന്നതാ. ഇത്ര നല്ല രക്ഷകാ യേശുവേ, ഇത്രമാം സ്നേഹം നീ തന്നതാ. എന്തു ഞാൻ നൽകിടും തുല്യമായി ഏഴയെ നിൻ മുൻപിൽ യാഗമായി. എന്തു ഞാൻ നൽകിടും തുല്യമായി ഏഴയെ നിൻ മുൻപിൽ യാഗമായി. ലോകത്തിൽ നിന്നകളേറി വന്നാലോ മാറല്ലേ മാറയിന്നാഥനേ. ലോകത്തിൽ നിന്നകളേറി വന്നാലോ മാറല്ലേ മാറയിന്നാഥനേ. എന്നു നീ വന്നിടും വേഗത്തിൽ അന്നു ഞാൻ ധന്യയായി തീർന്നിടും. എന്നു നീ വന്നിടും വേഗത്തിൽ അന്നു ഞാൻ ധന്യയായി തീർന്നിടും. ഇത്ര നല്ല രക്ഷകാ യേശുവേ,
പ്രസാദം തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു വാക്യം നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 2:9. എല്ലാവരും നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഓരോ നിമിഷവും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വചനമാണ്. എല്ലാവർക്കും അതറിയാവുന്നതാണ്. എങ്കിലും എനിക്ക് വചനം പറയാൻ അറിയില്ല, പ്രസംഗിക്കാൻ അറിയില്ല. ഞാൻ കർത്താവിനോട് സംസാരിക്കാറേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ദൈവം ഒന്ന് വായിച്ച 2:9. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. മതി. അപ്പം ദൈവം സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിലും അത് തോന്നിയിട്ടുമില്ല. അവിടെ ഒരു കുത്തുണ്ട്. അത് ദൈവത്തിന് നമുക്ക് തന്ന, ദൈവം നമ്മളോട് സംസാരിക്കുന്നതിൻ്റെ ഒരു ഉറപ്പാണത്. അപ്പം പണ്ട് നമ്മുടെ നെവിൻ പാസ്റ്റർ പ്രസംഗിച്ചപ്പോൾ അന്ന് പണ്ട് ഈ കണ്ണും കാതും ഹൃദയവും ഇല്ലായിരുന്നു. അപ്പം നമ്മളെ ദൈവം പുതിയൊരു സൃഷ്ടിയായി നമ്മളെ രൂപാന്തരപ്പെടുത്തി നമുക്കൊരു പുതിയ ഹൃദയം തന്ന് നമുക്ക് ഈ നമ്മളെ പുതു സൃഷ്ടിയായിട്ട് നമ്മളെ രൂപാന്തരപ്പെടുത്തിയിരിക്കുമ്പോൾ ആ ഹൃദയം കൊണ്ട് ദൈവം സ്നേഹിക്കുന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നു, അവനെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നറിയാൻ വേണ്ടി നമ്മളെ പല പരീക്ഷണങ്ങൾ കൂടി ദൈവം നമ്മളെ കടത്തിവിടും. അപ്പോൾ പരീക്ഷകൾ വരുമ്പോൾ നമ്മുടെ മക്കൾക്ക് പരീക്ഷ എന്തിനാ? സാധാരണ നമ്മൾക്ക് ജയവും തോൽവി അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ പരീക്ഷ വരുമ്പോൾ നമ്മൾ പിറുപിറുപ്പിൻ്റെ അനുഭവങ്ങൾ വരും. കർത്താവേ, ഈ ശോധന എന്തിനാ? ഞാൻ ഉൾപ്പെടെ അങ്ങനെ ചെറിയ നിസ്സാര വിഷയം വരുമ്പോൾ ഞാൻ തളർന്നു പോകുന്ന ഒരവസ്ഥയാണ്. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു കൊടുക്കും, എനിക്ക് അറിയത്തില്ലെങ്കിലും പറഞ്ഞു കൊടുക്കും, അതൊന്നും ഇങ്ങനെയല്ല, കുഴപ്പമില്ല എന്നവരെ ആശ്വസിപ്പിക്കാനായിട്ട് എനിക്ക് പല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പരീക്ഷകൾ വരുമ്പോൾ നമ്മൾക്ക് ഈ പരീക്ഷിക്കപ്പെടുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളത്തിലെ വിശ്വാസത്തിൻ്റെ വർധനവ് അറിയാൻ വേണ്ടിയാണ്. എത്രത്തോളം നമ്മൾ അവനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അതിൻ്റെ അളവറിയാൻ വേണ്ടിയാണ് ഈ പരീക്ഷണത്തിൽ കൂടി നമ്മളെ കടന്നത്. ദൈവം കൂടുതൽ പരീക്ഷിച്ച ഇയ്യോബ് എന്ന ആളിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാമായിരിക്കില്ല. ഇയ്യോബിനെ അത്രത്തോളം പരീക്ഷിച്ചാൽ ഇയ്യോബിനെ കർത്താവിന് പൂർണ്ണമായ വിശ്വാസമാണ്. എൻ്റെ മകൻ മാറിപ്പോകത്തില്ല. എന്നാൽ നമ്മളെ അത്രയും വിശ്വാസം ഇല്ല ദൈവത്തിന്. കാരണം എന്നു ചോദിച്ചാൽ ദൈവത്തിന് അറിയാം നീതിമാൻ ഒരുത്തൻ പോലും ഇല്ല എന്ന് ദൈവം പറയുന്നുണ്ട്. എങ്കിലും അപ്പനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ കർത്താവിനെ ധരിച്ച് നമ്മൾ പരീക്ഷ വന്നാലും അതിനൊരു നീക്കുപോക്കും കൂടി കർത്താവ് നമുക്ക് തരുന്നുണ്ട്. ഓരോ നിമിഷം അവനവന് കഴിയാവുന്ന പരീക്ഷയിൽ കൂടിയേ ദൈവം നമ്മളെ കടത്തുള്ളൂ. അപ്പോൾ ആവർത്തന പുസ്തകം അതിൻ്റെ 8:17, 18, 19, 20 ഒന്ന് വായിക്കാം. ചെറിയ പരീക്ഷണങ്ങൾ, ഒത്തിരി പരീക്ഷണങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാനിങ്ങനെ വായിച്ചു വന്ന കൂട്ടത്തിൽ അങ്ങനെ എനിക്ക് തോന്നിയതാണത്, ആ പരീക്ഷണം എന്തെന്നുള്ളത്. ആവർത്തന പുസ്തകം 8:18, 19. ആവർത്തന പുസ്തകം 8:18, 19. സോറി, 8:2. അപ്പോൾ അതിൻ്റെ അകത്തൊരു ചെറിയ പരീക്ഷണമുണ്ട്. അത് നമ്മൾ വായിക്കുമ്പോൾ അത് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഈ പരീക്ഷണത്തിൽ കൂടി നമ്മളെ കടത്തുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അളവിനെ ദൈവം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഹൃദയം നുറുങ്ങിയവർക്ക് എപ്പോഴും കർത്താവ് സമീപസ്ഥനായിരിക്കും. ഹൃദയം നുറുക്കമെന്ന് പറഞ്ഞാൽ നമ്മൾ രോഗത്തിൻ്റെ ഒരു വേദനയുണ്ട്, ഹൃദയത്തിൻ്റെ ഒരു വേദന. ഇതിന് രണ്ട് വേദനകളാണ് നമുക്കുണ്ട്. ഈ ഹൃദയത്തിൻ്റെ വേദനയിൽ നിന്ന് നമ്മൾ ഉള്ളത്തിൽ നിന്ന് വേദന. ഇപ്പോൾ നമ്മൾ ഏറ്റവും അധികമായിട്ട് ആരെയും സ്നേഹിക്കുമ്പോൾ അവരിൽ നിന്നുണ്ടാകുന്ന അനുഭവം നമ്മുടെ ഹൃദയത്തിൽ നമുക്കത് സഹിക്കാൻ മേലാത്തൊരു വേദനയെന്ന് വെച്ചാൽ നമ്മളത് നോക്കി വേദന എന്ന് പറയുമ്പോൾ ആ ഒരു വേദനയ്ക്കും എന്നാൽ ഹൃദയം നുറുങ്ങിയവരുടെ കൂട്ടത്തിൽ കർത്താവ് എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കും. ദൈവഹിതത്തിന് അതുപോലെ നമ്മൾ
പ്രാർത്ഥിക്കുമ്പോൾ പല കാര്യങ്ങൾ നമ്മൾ നമ്മളെല്ലാവരും പാപം ചെയ്യും. നമ്മുടെ വലിയ പാപങ്ങളില്ലേലും നമ്മുടെ നോട്ടം, വാക്ക്, പ്രവൃത്തി, ചിന്ത, ഇതെല്ലാം ഓരോ പാപങ്ങളാണ് ദൈവസന്നിധിയെ നോക്കും. എന്നാൽ നമ്മുടെ കർത്താവ് വളരെ ദീർഘക്ഷമയുള്ളതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ കർത്താവെ ആദ്യം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കുറവുകളെ നികത്തി വെച്ചുകൊണ്ട്, എന്നിട്ട് നമ്മുടെ വിഷയങ്ങൾ എന്താഗ്രഹങ്ങൾ വേണേലും നമുക്ക് ദൈവസന്നിധിയെ പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മുടെ കർത്താവ് നമ്മുടെ ആഗ്രഹങ്ങളെ മുന്നമേ നമ്മൾ ചോദിക്കുന്നതിന് മുന്നമേ കർത്താവ് നമ്മളെ അറിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളെ പറയുമ്പോൾ നമ്മുടെ കർത്താവ് ക്രൂശി യാഗമായ എല്ലാ അനുഭവങ്ങളും കർത്താവിന് നേരത്തെ അറിയാം. അപ്പോൾ പിതാവ് ലാസ്റ്റ് സമയം പ്രാർത്ഥിച്ചു, കർത്താവേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം എൻ്റെ മേലെ. നമ്മുടെ ആഗ്രഹങ്ങൾ ഞാനതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പറയാം, എനിക്ക് പ്രസംഗിക്കുമല്ല, എനിക്ക് വേണ്ടി കൂടെ ഞാനങ്ങ് പറയുക. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ അപ്പനോട് പറയാം, പിതാവേ നിൻ്റെ ഇഷ്ടം മാത്രമേ നടക്കാവുള്ളൂ. ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാതെ, അപ്പൻ എൻ്റെ ആഗ്രഹം കൊണ്ട് പിതാവ് വേദനിക്കുന്നുണ്ടോ എന്ന് നമ്മളെപ്പോഴും ചോദിക്കണം. നമ്മൾ സംസാരിക്കണം കർത്താവിനോട്, നമ്മൾ പരിശുദ്ധാത്മാവിനോട് അതെന്നും ചോദിക്കേണ്ട ഒരു കാര്യം. ഓരോ നിമിഷവും ഓരോ ദിവസവും നമ്മൾ കിടക്കാൻ പോകുന്നുണ്ട്, ദൈവമേ ഇന്ന് എൻ്റെ വിഷയത്തിൽ, എൻ്റെ കാര്യത്തിൽ, ഞാൻ ചെയ്ത പ്രവൃത്തികളെ പരിശുദ്ധാത്മാവ് എത്രത്തോളം ദുഃഖിച്ചിട്ടുണ്ട്. ആ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ദൈവസന്നിധിയിൽ അന്നേരം തന്നെ മുട്ടുമടക്കി കർത്താവിനോട് പ്രാർത്ഥിക്കണം, കർത്താവേ എന്നിൽ നിന്ന് വന്നു പോയ കുറവുകളെ ക്ഷമിക്കണം. അപ്പോൾ നീ വേദനിക്കുന്ന ഒരനുഭവത്തിലും നടക്കുവാൻ ദൈവം ഞങ്ങളെ അനുവദിക്കല്ലേ. എന്നാൽ പലപ്പോഴും മാനസികമായി നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ചിന്തകളും വിചാരങ്ങളും ഒക്കെയും കടന്നു വരും. അപ്പോൾ ഓരോ നിമിഷവും നമ്മൾ അപ്പനോട് അത് ഏറ്റു പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിന് ഓരോ ദിവസവും നമ്മൾ രൂപാന്തരപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ. ഒരു തെറ്റ് പല തവണ 3-4 പ്രാവശ്യം ചെയ്ത് അപ്പൻ്റെ സന്നിധി വന്നാലും അപ്പം ക്ഷമിക്കാം. പക്ഷെ നമ്മൾക്കൊരു ലജ്ജ വേണം. ഒരു പറഞ്ഞ് ക്ഷമിക്കുന്നോറും നമ്മളെ ദൈവത്തെ ദുഃഖിപ്പിക്കുന്നവരാകാതെ വേണം ഓരോ ദിവസം ആ തെറ്റിൽ നിന്ന് നമ്മുടെ ഉള്ളിലെ തടസ്സങ്ങൾ നമ്മൾ തന്നെ നീക്കിയാലേ നമുക്കൊരു ദൈവത്തിനൊരു പ്രസാദം, എപ്പോഴും അപ്പനെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. കർത്താവ് നമ്മളെ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഓരോ വിഷയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സഭയിലുണ്ട്, നമ്മുടെ വീടുകളിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി, എൻ്റെ വീട്ടിലൊക്കെ വരും ഇങ്ങനെ പ്രാർത്ഥിക്കണേ. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പം ചിലർ ജ്ഞാനമില്ലാതെ ഓടി വന്ന് പറയും, അയ്യോ ചിലർ ദൈവം, ഞാൻ എന്നെ തന്നെ പറയാറുണ്ട് ദൈവം. അപ്പം അവർ ജ്ഞാനമില്ലാതെ പറയുന്നെങ്കിൽ അവരുടെ ഉള്ളത്തിലെ വിശ്വാസത്തെയാണ് അവരുടെ വിഷയത്തിന്മേൽ ജയം കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ യേശുവിൽ അവർ വിശ്വസിക്കുന്നുണ്ട്, നമ്മുടെ കർത്താവിനാലെ ഈ കാര്യം സാധിക്കുന്നുള്ളവരെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം. അവരുടെ വിശ്വാസത്തെ രക്ഷിക്കുന്ന, നമ്മൾ പാർക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ ദൈവം നമ്മളെ കണ്ട് അവർ കടന്നു വരണം. നമ്മുടെ സാന്നിധ്യം അവർക്കൊരാശ്വാസമായി മാറണം. ഒരു വലിയൊരു വിഷയമായിട്ട് കടന്നു വരുമ്പോൾ നമ്മൾ അതിൻ്റെ അയ്യോ എന്ന് പറയാതെ, ഞാനൊക്കെ എനിക്ക് അറിയാൻ മേലാത്ത വിഷയം, അങ്ങനെയാണോ, അയ്യോ അത് എനിക്ക് വേണ്ട, അത് സാരമില്ല, വിഷമിക്കേണ്ട എന്ന് പറഞ്ഞാൽ അവർ ആശ്വാസത്തോടെ കടന്നു പോയ ഒത്തിരി പേരുണ്ട് അങ്ങനെ. അപ്പം നമ്മൾ അതിനായിട്ട് ചെയ്യേണ്ടത്, നമ്മുടെ യേശു, നമ്മുടെ കർത്താവ് സ്നേഹമാകുന്നു. ആ സ്നേഹത്തിൻ്റെ മുന്നിൽ നമ്മൾ എത്ര ദോഷങ്ങൾ അനുഭവിച്ചാൽ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതിന് ഒരു വലിയ വിടുതലുണ്ടെന്നുള്ള മനസ്സിലാക്കണം. അത് ജാതികളുടെ കണ്ണിലൂടെ അത് കാരണം നമ്മുടെ ചുറ്റുവട്ടത്ത് പാർക്കുന്ന ഇടയിലും അങ്ങനെ നമ്മൾ മാതൃകയായി ജീവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും പറയുന്നു. പിന്നെ ഒത്തിരി ഉണ്ട്, പറയുന്നില്ല. സോദം പാസ്റ്റർ ഇവിടെ ഇരിക്കുകയല്ലേ. പകുതി പറയാം, എടുത്തെടുത്ത് പറയാം. പിന്നെ എല്ലാം പറയുന്നില്ല, കുറച്ച് പറഞ്ഞു നിർത്തിയേക്കാം. നമുക്ക് 2 കൊരിന്ത്യർ 2:16 ഒന്ന് എടുത്തേ. ഇവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന. പക്ഷേ 2 കൊരിന്ത്യർ 2:16 ആണോ? അതാണോ? ഓക്കെ, എന്നാ വായിച്ചോ. ഇവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, അവർക്കോ ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള വാസന തന്നെ. എന്നാൽ ഇതിന് 6 പ്രാപ്തൻ. ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെയല്ല, നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. ഓക്കെ, അതെ. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളെ നിർമ്മലതയോടെ എന്താണ് സംഘത്തിൻ്റെ ദൈവം ഇസ്രായേലിനെ നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. ആ നിർമ്മല ഹൃദയത്തിൽ എപ്പോഴും, ആ ഹൃദയത്തിൽ നമ്മുടെ മുന്നിലല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും കർത്താവ് വസിക്കുവാൻ തക്കണം. നിർമ്മല ഹൃദയത്തോടു കൂടി നമ്മൾ ദൈവസന്നിധിയിൽ താഴ്മയായിട്ട് ജീവിക്കണം. പിന്നെ അതിൻ്റെ അകത്ത് മത്തായിയുടെ സുവിശേഷം 5:46 എല്ലാം മാറിപ്പോയി.
സത്യം. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? വായിച്ചോ. ചുങ്കക്കാരും അത് തന്നെ ചെയ്യുന്നില്ലയോ? സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾ എന്ത് വിശേഷം ചെയ്യുന്നു? ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. അങ്ങനെ ആ വചനം എല്ലാവരും വായിച്ചു. നമ്മൾ സ്നേഹിക്കുന്നവരെ അല്ല സ്നേഹിക്കേണ്ടത്, നമ്മൾ ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിക്കും. നമ്മളെ സ്നേഹിക്കുന്ന ഇപ്പോൾ എൻ്റെ സഹോദരങ്ങളൊക്കെ അവരെ സഹോദരങ്ങളെ നമ്മളെപ്പോഴും സ്നേഹിക്കുന്നത്, എന്നാൽ അവരെ സ്നേഹിച്ചാൽ അതിന് വിലയില്ല. നമ്മളോട് ശത്രുത ചെയ്യുന്നവരെ നമ്മൾ സ്നേഹത്തോടെ അവരെ നമ്മളോട് കൂടി നിർത്തി നമ്മുടെ ദൈവം സ്നേഹമാവുന്നെന്ന് അവരെ മനസ്സിലാക്കി അവരുടെ ശത്രുതയെ നമ്മൾ അകറ്റാനായിട്ട് ദൈവവചനം കൊണ്ട് അവരോട് സംസാരിച്ച് അവരെ അങ്ങനെ ആക്കിയെടുക്കണം. ചിലപ്പോൾ നമുക്ക് ദേഷ്യമൊക്കെ ഉണ്ടാകും, എത്ര പറഞ്ഞാലും കേൾക്കുന്നത്, എന്നാലും നമ്മൾ നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കാൻ നോക്കണം. അതുപോലെ സഹോദരന്മാരോട് വന്ദനം ചെയ്യുന്നവർ അവരും ചുങ്കക്കാരും ജാതികളും അങ്ങനെയൊക്കെയും ചെയ്യുന്നതാണ്. അങ്ങനെയല്ല, നമ്മളെല്ലാവരെയും നമ്മുടെ പ്രായമോ ഇതൊന്നും നോക്കിയല്ല, ആരും നന്മ ചെയ്യുന്ന ഒരു ശിശു ആ നന്മ ചെയ്യുന്നില്ല, അതിനെ ഒന്നും പിന്താങ്ങാനായിട്ട് നമ്മൾ നോക്കണം. നമ്മളെ ദൈവസന്നിധിയിൽ ദൈവവചനപ്രകാരം ഓരോ ദിവസവും ജീവിപ്പാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിന്നെ അതിനകത്ത് 1 കൊരിന്ത്യർ 2:16 ഒന്ന് വായിച്ചേ. കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവനാണ്. നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവരാണ്. നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി ഓരോ ദിവസവും കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് നമ്മളിലെ കുറവുകളെയൊക്കെ നീത്തി ഓരോ നിമിഷവും നമ്മൾ ആരാന്ന് നമ്മളോട് തന്നെ സംസാരിച്ചുകൊണ്ട് നമ്മൾ മാതൃകയായി കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് നിൻ്റെ സ്വഭാവം എൻ്റെ മേൽ പകരണമെന്നൊക്കെയും പാട്ടുകാരൻ എപ്പോഴും പാടും. അതുപോലെ ആ പാടുന്ന കൂട്ടത്തിൽ പാടുകയല്ല, വചനം പറയുന്നവരും ഇത് പറയണം. ഇത് എന്നോട് തന്നെ ഞാൻ പറയാണ്, വചനം പറയുകയല്ല, അത് പ്രവൃത്തിയിൽ കൂടി നമ്മൾ കാണിക്കുമ്പോഴേ അതിനൊരു ജീവൻ ഉണ്ടാകത്തുള്ളൂ. അതാണ് വചനം. നമ്മൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയി വചനം കളയാനുള്ള ഇത് ഗ്രഹിച്ചുകൊണ്ട് വേണം നമ്മൾ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ. നമ്മൾ ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ഒരു കോപം ഉണ്ടാകുന്നത്, ആ കോപം ഉണ്ടായാലും അന്നേരം തന്നെ അത് ഏറ്റു പറയുന്ന ആ കോപമല്ല, നമ്മളിൽ ആ വചനത്തിൻ്റെ ആ ഒരു സ്നേഹവും ജീവനും നമ്മളിൽ ഉണ്ടാകണം. നമ്മൾ കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിച്ച് കർത്താവിൻ്റെ ദൈവ സന്നിധിയിലെ താഴ്മയോടെ ചെയ്യണം. പെട്ടെന്നുണ്ടാകുന്ന കോപങ്ങളെല്ലാം മാറ്റണം. നമ്മുടെ സ്വഭാവങ്ങൾക്കൊക്കെയും ഒരു മാറ്റം വരുത്തണം. ചെറിയ നിസ്സാര കാര്യങ്ങൾ വരുമ്പോഴും കോപിക്കുന്ന അനുഭവങ്ങളുണ്ട്. ആ പക്ഷേ കോപം പലരും ഇപ്പം നമ്മളോട് മക്കളോട് നമ്മൾ കോപിക്കും, അത് അത്യാവശ്യമുള്ള മക്കളെ ശിക്ഷിച്ച് വളർത്തുന്ന മക്കളാണ് നല്ല മക്കളായിട്ട് വരുന്നത്. അവരെ ശിക്ഷിക്കണം. ഞാൻ എൻ്റെ മക്കൾ 2 പേര് കല്യാണം കഴിച്ച മക്കളുമുണ്ട്. ഇന്ന് ഞാൻ വൈകിട്ട് എന്നും അവർ വിളിച്ചൊന്നും സംസാരിച്ചില്ല. ശനിയാഴ്ച വൈകിട്ട് മസ്റ്റായിട്ടും വിളിച്ചിരിക്കും, കാരണം ചർച്ചയിൽ പോകണമെന്ന്. അപ്പോൾ അച്ഛനൊക്കെ ആണെങ്കിലും ചോദിക്കുക, അച്ഛനൊന്നും വിളിക്കത്തില്ല, എന്തിനാ, അവർ കല്യാണമൊക്കെ കഴിച്ചില്ലേ, മക്കളില്ലേ, അവർക്കറിയാം. എങ്കിലും നമ്മൾ അവരെ കുഞ്ഞുങ്ങളെ ഇതുപോലെ എൻ്റെ കുഞ്ഞുങ്ങൾ വളർന്നതാണ്. അപ്പം ഞാൻ എൻ്റെ കർത്താവിനോട് എനിക്ക് യാതൊരു കഴിവില്ല, എങ്കിലും എല്ലാവരും ചോദിക്കും, ശൈല ഇത്രയും സോഷ്യലായിട്ട് മക്കളെങ്ങനെ ഇത്രയും നല്ല അനുസരണമുള്ള മക്കളായിട്ട് അവർ ഇത്രയും പ്രായത്തിൽ തന്നെ 2 പേരും പ്രാർത്ഥിക്കുകയും സാക്ഷിയൊക്കെ ചെല്ലുമ്പോൾ പാസ്റ്റർമാമ എന്നോട് ചോദിക്കും, എന്തുവാടി മുന്നിൽ നിന്ന് പറയുന്നത്, ഞാൻ പോലും സാക്ഷി പറയാൻ മുന്നോട്ട് വരത്തില്ല, എനിക്ക് പറയാൻ പറ്റില്ല, അതിനിപ്പോൾ ഞാൻ കരയും. ഇതിപ്പോൾ ആദ്യമായിട്ട് എന്താണെന്ന് പ്രാർത്ഥിച്ചിട്ടായിരിക്കും, അറിയില്ല. അതുപോലെ എൻ്റെ മക്കളെ ഇന്നും ഞാൻ ആ മക്കളെ വിളിക്കാം. അവർ വലുതാണെങ്കിലും നമ്മൾക്ക് എപ്പോഴും ഒരു മക്കളാണ്. അപ്പം നമ്മുടെ കർത്താവിന് എത്രത്തോളം ആയിരിക്കും നമ്മൾ ഏത് പ്രാർത്ഥിക്കുന്ന പറഞ്ഞാലും ആ കർത്താവിൻ്റെ സന്നിധി നമ്മളെപ്പോഴും ശിശുവാണ്. നമ്മുടെ ബലഹീനത, പ്രത്യേകിച്ച് ഞാൻ ഒത്തിരി ബലഹീനതയുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ കർത്താവിൻ്റെ സന്നിധി നമ്മളെ തന്നെ താഴ്ത്തി അപ്പൻ്റെ ഇടത്തിനൊത്തവണ്ണം അവൻ നമ്മളോട് ഓരോന്നും പറയുന്ന കാര്യങ്ങൾ ഓരോ നിമിഷവും നമ്മൾ തള്ളിക്കളയാതെ ഏറ്റെടുക്കാനായിട്ട് മാക്സിമം നമ്മൾ മുന്നോട്ട് വന്ന കർത്താവ് അതിന്മേൽ നമുക്കൊരു ജീവൻ തരും, നമുക്കതിനൊരു വിടുതൽ തരും. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഹൃദയത്തിലെ അകൃത്യം ചിന്തിക്കല്ലേ, യഹോവേ ഞാൻ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവെ നിലനിൽക്കുമെന്ന്. അപ്പോൾ അകൃത്യത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അകൃത്യത്തിൻ്റെ പുറകെ നിൽക്കുക. അകൃത്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് ദൈവം കേൾക്കയില്ല. അതാണ് വലിയൊരു. അപ്പം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, യഹോവേ ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം നിരൂപിച്ചെങ്കിൽ എൻ്റെ പ്രാർത്ഥന നീ കേൾക്കുക. എന്നാൽ യഹോവ എൻ്റെ പ്രാർത്ഥനയെ എൻ്റെ യാചന കേട്ട് തൻ്റെ എങ്കിൽ നിന്ന് എടുത്തു കളയാതെ ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാട്ടെ. അതാണ് ദൈവവചനം. സങ്കീർത്തനക്കാരത്തിൻ്റെ അവിശ്വാസമാണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മളും ഓരോ ദിവസവും അതുപോലെ മാക്സിമം നമ്മളാലാകുന്ന, ഇനി അധികം സമയമൊന്നുമില്ല, കർത്താവിൻ്റെ വരക നമ്മളാലാകുന്ന വിധം ദൈവത്തോട് പറ്റിച്ചേർന്നുകൊണ്ട് അവൻ്റെ സ്വഭാവത്തിൽ അവൻ്റെ പ്രവൃത്തിയിൽ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കും. നിങ്ങളെല്ലാവരും അങ്ങനെ, ഞാൻ എനിക്ക് വേണ്ടിയാണ് പറയുക, എല്ലാവരും ക്ഷമിക്കണം എന്നോട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ഞാൻ ഇന്ന് എഴുന്നേക്കാൻ ഒത്തിരി മടിയായിരുന്നു, കാരണം ഞാൻ ഏറെ ഇവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും അറിവില്ലാത്തവളാണ്.
ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും എനിക്കറിയാം അവരെത്രത്തോളം വചനത്തിലുണ്ടെന്ന്. മാക്സിമം ഞാൻ നോക്കി, എങ്കിലും ഞാൻ ഇന്ന് എഴുന്നേക്കുമെന്ന് ഞാൻ വീട്ടിലും പ്രാർത്ഥിച്ചപ്പോൾ ഇവരെയൊക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് വിറച്ചു പോയി. സത്യത്തിൽ അയ്യോ ഇന്ന് പറയത്തില്ലായിരിക്കും എന്ന് ഞാൻ അടങ്ങിയിരിക്കുകയാണെങ്കിലും ദൈവം എഴുന്നേൽപ്പിച്ച് വിറയ്ക്കാതെ മൈക്ക് പിടിക്കാൻ ദൈവം ഒരു കൃപ തന്നു. ഞാൻ പിടിച്ചു ഓരോരുത്തർക്ക് പാട്ട് പാടാൻ ഞാൻ നിന്നിട്ടുണ്ട് ഇങ്ങനെ. പക്ഷേ എനിക്ക് ഒരാൾ കൂട്ട് വേണമായിരുന്നു. എന്നാൽ ഇന്ന് എൻ്റെ ദൈവം എന്നെ ഒറ്റയ്ക്ക് നിർത്തി പുതിയ എന്നെ തേപ്പിച്ചിരിക്കുന്നത്. ഞാൻ ആ കർത്താവിൽ പൂർണ്ണമായിട്ട് എന്നെ തന്നെ താഴ്ത്തിയേൽപ്പിക്കുകയാണ്. ഒരു വാക്കേ പറഞ്ഞില്ലേലും ആ വാക്ക് നിങ്ങളെല്ലാവരും ഏറ്റെടുക്കണം. എന്തെങ്കിലും കുറവുകൾ നമ്മളെ കൊണ്ട് നീക്കാൻ പറ്റുമെങ്കിൽ അതിൽ നിന്ന് നമ്മളൊരു വിടുതൽ കണ്ടെടുത്ത് ആ ദൈവസ്നേഹത്താൽ നമ്മളെ ആരും പരസ്പരം ഐക്യതയില്ലാതെ വരില്ല. ചിലപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഓരോരുത്തരുടെ അനുഭവങ്ങൾ പറയും, അയ്യോ അവരെന്നോട് മിണ്ടിയില്ല, അവർക്ക് അപ്പം ചുമ്മാ പറയണം എന്നോട് മിണ്ടിയില്ല, അപ്പോൾ അവർക്ക് സന്തോഷം അത് കേൾക്കുമ്പോൾ. അങ്ങനെ നമ്മളാകണം. ഒരുവൻ്റെ ഹൃദയത്തിലാകണം. ഞാൻ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം നമ്മൾ പറയാം എന്നോട് മിണ്ടിയില്ല, പിന്നെന്താ അങ്ങനെയാണോ ശൈലാൻ്റോട് മിണ്ടിയില്ല, എന്നാൽ സാരമില്ല. അപ്പോൾ അവർക്കൊരു ആശ്വാസമായി. നമ്മൾ അങ്ങനെയുള്ളവരാണ്. നമ്മുടെ കർത്താവ് അങ്ങനെയാണ്. നമ്മൾ എത്ര ദോഷം കോപിച്ചാലും അങ്ങോട്ട് ചെന്ന് അപ്പോൾ എന്നോട് ക്ഷമിക്കണേന്ന് അപ്പൻ്റെ കണ്ണ് നിറഞ്ഞു പോകും. എങ്കിലും അപ്പൻ ആഗ്രഹിക്കുന്നു അപ്പൻ്റെ ഹിതപ്രകാരം നമ്മൾ ജീവിക്കാൻ വേണ്ടി ഓരോ നിമിഷവും നമ്മൾ അങ്ങനെയായിട്ട് ജീവിക്കണം. ഹൃദയ നുറുക്കത്തോടെ കർത്താവിന് പ്രയോജനപ്പെടുവാൻ നമ്മളെല്ലാവരെയും ഏൽപ്പിക്കാം. അവിടുന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി കുറേ സണ്ടകളിലായി ഞാൻ ദൈവസന്നിധിയിൽ നിങ്ങളെ വചനം കൊണ്ട് ശുശ്രൂഷിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പകൽ ദൈവഭക്തന്മാരുടെ അനുവാദം ഞാൻ അങ്ങോട്ട് ചോദിച്ചുകൊണ്ട് ആമേൻ ഹല്ലേലൂയ ഞാൻ ആ ഒരു ശുശ്രൂഷയിലേക്ക് അവിടുന്ന് പ്രവേശിക്കുകയാണ്. ആമേൻ. എന്നോട് കർത്താവ് കഴിഞ്ഞ രാത്രി മുതൽ ഇടപെട്ട ഒരു വിഷയം ഇതാണ്: റെസ്പെക്ട് ഗോഡ്. ദൈവത്തെ ബഹുമാനിക്കുക. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ട് ദൈവത്തെ ബഹുമാനിക്കുക, ദൈവത്തെ ബഹുമാനിക്കുക. സ്തോത്രം. 4 കാര്യങ്ങളാണ്, 4 മേഖലയിൽ അജി സ്തോത്രം 4 കാര്യങ്ങളിലാണ് കർത്താവിനെ ബഹുമാനിക്കാൻ ദൈവം എൻ്റെ ഹൃദയത്തിനകത്ത് പറഞ്ഞത്. 4 മേഖലകളിൽ. 1, റെസ്പെക്ട് ഗോഡ് വിത്ത് അവർ മൈൻഡ്. നമ്മുടെ മനസ്സുകൊണ്ട് ദൈവത്തെ എന്ത് ചെയ്യുക? ബഹുമാനിക്കുക. 2, നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുക. 3, നമ്മുടെ അകത്ത് ദൈവം നൽകിക്കുന്ന സ്പിരിറ്റ് കൊണ്ട്, ആത്മാവ് കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുക. 4, നമ്മുടെ വെൽത്ത്, നമ്മുടെ നന്മകൾ കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുക. സ്തോത്രം. ഇത് 4 മേഖലകളാണ് ആമേൻ ദൈവത്തെ ബഹുമാനിക്കാൻ കർത്താവ് നമ്മുടെ അകത്ത് ആമേൻ അവിടുന്ന് ആഹ്വാനം തരുന്നത്. സ്തോത്രം. അപ്പം ഇന്ന് നമ്മൾ പോകുന്ന ഒരു പദം നിങ്ങൾ ആത്മാർത്ഥമായി എൻ്റെ കൂടെ ആമേൻ ഒന്ന് ശ്രദ്ധിക്കുക. ആമേൻ. ദൈവത്തെ ബഹുമാനിക്കാൻ കർത്താവ് ആമേൻ നമ്മളോട് അവിടുന്ന് ആവശ്യപ്പെടുമ്പോൾ ആമേൻ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തുള്ള എല്ലാ മേഖലകളിലും കർത്താവിനെ അവിടുന്ന് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടവരാണ്. എല്ലാ അനുഭവങ്ങളിലും പ്രൈസലോ നമ്മൾ ദൈവത്തെ റെസ്പെക്റ്റ് ചെയ്യുക. സ്തോത്രം. സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി കർത്താവിനൊരു സ്തോത്രം ചെയ്താട്ടെ. ഓക്കെ. ദൈവത്തെ എങ്ങനെയാണ് മനസ്സുകൊണ്ട് റെസ്പെക്റ്റ് ചെയ്യുക? ഒരു വചനം വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഈ പദം എല്ലാവരും ഒന്ന് കുറിച്ചിടണേ. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ദൈവിക ജ്ഞാനത്തിന്, ദൈവിക പരിജ്ഞാനത്തിന്, ദൈവിക പദ്ധതികൾക്ക് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചുകളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു. ഓക്കേ, ശ്രദ്ധിച്ച് കേൾക്കുക. ആമേൻ. ഇവിടെ ശരിക്കും പരിശുദ്ധാത്മാവ് ഈ വചനത്തിനകത്തൂടെ നമ്മളോട് ഇടപെടുന്ന ഒരു ഭാഗം, നമ്മുടെ മനസ്സുകൊണ്ട് നാം ദൈവത്തെ റെസ്പെക്റ്റ് ചെയ്യണം എങ്കിൽ നാം മനഃപൂർവമായി പിടിച്ചടക്കേണ്ട ചില മേഖലകളുണ്ട്. സ്തോത്രം. ആമേൻ. നിങ്ങൾ എൻ്റെ കൂടെ എങ്ങനെ വരുന്നെന്ന് എനിക്കറിയത്തില്ല. ഒരു വ്യക്തിയുടെ വസ്ത്രധാരണമല്ല ആ വ്യക്തി, ഒരു വ്യക്തിയുടെ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസമല്ല ആ വ്യക്തി, ഒരു വ്യക്തിയുടെ സ്വഭാവവുമല്ല ആ വ്യക്തി, ക്യാരക്ടർ അല്ല
അദ്ദേഹത്തിൻ്റെ മൈൻഡ് ഏതു നിലയിൽ ആകുന്നു അതാണ് തൻ്റെ വ്യക്തിത്വമായി മാറുന്നത്. ഹല്ലേലൂയ. ആമേൻ. എന്താ ഞാൻ സ്വഭാവമല്ല എന്ന് പറഞ്ഞത്? ഏതു മനുഷ്യനും ആമേൻ വെളിപ്പെട്ടു നിൽക്കുന്നതും വെളിപ്പെട്ടു വരാത്തതുമായ ഒരു സ്വഭാവമുണ്ട്. സ്തോത്രം. ഒന്നുകൂടെ പറയാം, വെളിപ്പെട്ടു നിൽക്കുന്ന സ്വഭാവമുണ്ട്, വെളിപ്പെടാത്ത സ്വഭാവമുണ്ട്. അതുകൊണ്ടാണ് ചില സമയത്ത് നമ്മുടെ അകത്ത് അല്പം വിഷമവും ദേഷ്യവും കലിപ്പും എന്താ പറയുക ഇതൊക്കെ വരുമ്പം എൻ്റെ തനി സ്വഭാവം നിനക്ക് അതറിയത്തില്ല. അപ്പം നമുക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. ചേർന്നൊരാമേൻ പറഞ്ഞു. പ്രൈസലോ. അപ്പൊ അതുകൊണ്ട് ആമേൻ ഇപ്പൊ കാണുന്ന സാം അല്ല ഈ സാം, ഇതിന്റെ അപ്പുറത്ത് വേറൊരു സാമുണ്ട്. പ്രൈസലോ. അതാണ് ഞാൻ പറയുന്നത്, സ്വഭാവമല്ല. പിന്നെ എന്താണ്? മനസ്സാണ്. ആ മനസ്സിന് എവിടെ ഒരുവന്റെ മനസ്സുകൊണ്ട് എങ്ങനെ ദൈവത്തോട് അടുക്കുന്നു, അവന്റെ ശരീരം അങ്ങനെ ദൈവത്തോട് അടുക്കും. ഒരുവന്റെ മനസ്സുകൊണ്ട് അവൻ എങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നു, അവന്റെ ശരീരം കൊണ്ടും അവന്റെ ചിന്ത കൊണ്ടും അവന്റെ വാക്കുകൾ കൊണ്ടും അവൻ അങ്ങനെ തന്നെ ദൈവത്തെ സ്നേഹിക്കും. അതുകൊണ്ടാണ് തീച്ചൂളയ്ക്കകത്തിട്ടിട്ടും മനസ്സു മാറാതെ ചിലർ ഉയർന്നു നിന്നത്. അതുകൊണ്ടാണ് ചെങ്കടൽ വന്നിട്ടും യോർദാൻ വന്നിട്ടും അവൻ പ്രതിസന്ധി വന്നിട്ടും അവരുടെ മനസ്സു മാറാതെ നിന്നത്. ഇന്ന് പകൽ ആദ്യമായി ഞാൻ ദൈവജനത്തിന് മുമ്പിൽ കൊണ്ടുവരികയാണ്, റെസ്പെക്ട് ഗോഡ് വിത്ത് അവർ മൈൻഡ്. നമ്മുടെ മനസ്സുകൊണ്ട് ദൈവത്തെ ആമേൻ ഹല്ലേലൂയ അവിടുന്ന് ബഹുമാനിക്കുക. ഞാൻ സ്നേഹിക്കുക എന്ന പദമല്ല ഇന്ന് പകൽ പറയുന്നത്, ബഹുമാനിക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ആമേൻ അവരെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിപ്പിക്കാറുണ്ട്, അല്ലേ? സൺഡേ സ്കൂളിലെ കൊച്ചു ക്ലാസ്സുകളിലെ ടീച്ചേഴ്സിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കെസിയോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആമേൻ ക്ലാസ്സുകളിലുള്ള കുഞ്ഞുങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിപ്പിക്കണം. നിങ്ങൾ ഉൾക്കൊള്ളുമോ ഇല്ലയോ എന്നറിയത്തില്ല. ബഹുമാനിക്കാൻ അറിയാൻ വയ്യാത്ത, ബഹുമാനിക്കാൻ പഠിപ്പിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇന്നത്തെ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുന്നത്. സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. അതിന്റെ വ്യത്യാസം ആമേൻ ഇവിടെയുള്ള പ്രായമുള്ളവരോട് ചോദിച്ചാൽ പറയും. ആമേൻ മാതാപിതാക്കൾ പറയുമായിരുന്നു, പ്രായമുള്ളവരെ കാണുമ്പോൾ എന്ത് ചെയ്യണം? ഒന്ന് എഴുന്നേൽക്കണം. ഇന്നത്തെ കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കുവോ? ഇല്ല, എഴുന്നേൽക്കത്തില്ല. പക്ഷേ കാരണം അവരുടെ കുറ്റമല്ല, അവർക്ക് ആ ഒരു ട്രെയിനിങ്ങിലേക്ക് പോകുന്നില്ല. സ്തോത്രം. ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്, ആമേൻ ഹല്ലേലൂയ, പ്രായമുള്ളവർ ഇരിക്കുന്നതിൻ്റെ മുകളിൽ കയറി എന്ത് ചെയ്യരുത്? ഇരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഒരാൾ പ്രായമുള്ള ഒരാൾ ഇരിക്കുന്ന ഒരു പൊസിഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കയറി ഇരിക്കരുത്. കസേരയിൽ മാതാപിതാക്കൾ ഇരിക്കുമ്പോൾ ടേബിളിൽ കയറി കുഞ്ഞുങ്ങൾ ഇരിക്കരുത്. കസേരയിൽ മാതാപിതാക്കൾ ഇരിക്കുമ്പോൾ അടുക്കളയിലാകാം മറ്റെവിടെയും ആകാം ബെർത്തുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ടോപ്പിൽ കയറി എന്ത് ചെയ്യരുത്? ഇരിക്കരുത്. അങ്ങനെ ഇരുന്നാൽ പ്രായമുള്ളവർക്ക് മുകളിലാണോ കയറി ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരു തലമുറ പുറകിലുണ്ടായിരുന്നു. പക്ഷെ ഇന്നത് മാറി. ആമേൻ ഹല്ലേലൂയ. ആമേൻ. പിന്നെന്താ? മാതാപിതാക്കൾ ഇരിക്കുന്നതിന് മുകളിൽ കാലുമേ കാല് വെച്ച് ഇരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ പറഞ്ഞ റെസ്പെക്റ്റ് ചെയ്യാൻ അറിയാൻ വയ്യാത്ത ഒരു തലമുറ വളർന്നു വരുമ്പോൾ അവർ റെസ്പെക്റ്റ് ചെയ്യാത്തത് മാനുഷിക മേഖലകളെ മാത്രമല്ല, ടീച്ചേഴ്സിനെ മാത്രമല്ല, അവർ ദൈവത്തെയും റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. സ്തോത്രം. നിങ്ങൾ എത്ര പേരെന്നെ ഉൾക്കൊള്ളുന്നുണ്ട്? ആമേൻ ഹല്ലേലൂയ. അവർ ദൈവത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. ഞാൻ ഒരു കാര്യം തുറന്നു പറയാം. ഞാൻ ഈ വചനം ധ്യാനിച്ചപ്പോൾ കർത്താവ് എന്നോട് അകത്ത് ശക്തമായിട്ട് ഇടപെട്ടത്, എവിടെയാ ദൈവ സാന്നിധ്യത്തിന്റെ മഹത്വം ഇറങ്ങുന്നതെന്നറിയാമോ? ദൈവത്തെ ബഹുമാനിക്കുന്നിടത്ത്. ഹല്ലേലൂയ. കർത്താവ് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്നോടുള്ള ബഹുമാനം എവിടെ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ ചോദ്യം ഇന്ന് ആമേൻ ആത്മലോകത്തിൽ ഉയർന്നു നിൽക്കുക. ദൈവത്തെ എവിടെയാണ് റെസ്പെക്റ്റ് ചെയ്യുന്നത്? ഞാൻ കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞെങ്കിൽ ആത്മലോകത്തിൽ ദൈവസഭകളുടെ കാര്യങ്ങൾ എടുത്തേ. സഭകൾ ദൈവത്തെ റെസ്പെക്റ്റ് ചെയ്യേണ്ടതുപോലെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ? ആലയം ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടത്, അതിൻ്റെ അകത്ത് ആമേൻ എങ്ങനെ നമ്മൾ ദൈവത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നു? നാം ഇരിക്കേണ്ടത് പോലെയാണോ ഇരിക്കുന്നത്? നാം സംസാരിക്കേണ്ടത് പോലെയാണോ സംസാരിക്കുന്നത്? നാം ആരാധിക്കേണ്ടത് പോലെയാണോ ആരാധിക്കുന്നത്? നാം സ്തോത്രം പറയേണ്ടത് പോലെയാണോ സ്തോത്രം പറയുന്നത്? നാം ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടത് പോലെയാണോ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്? ഇന്ന് പകൽ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം, കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു നമ്മുടെ മനസ്സുകൊണ്ട് ദൈവത്തെ റെസ്പെക്റ്റ് ചെയ്യുക. ചേർന്ന് കർത്താവിനൊരു സ്തോത്രം പറഞ്ഞാണ്. ആമേൻ. ഇതിനകത്ത് എനിക്ക് ഒത്തിരി വ്യത്യസ്തമായ ലെവലിലേക്ക് പോകാൻ ആഗ്രഹമുണ്ട്.
മനസ്സുകൊണ്ട് ദൈവത്തെ റെസ്പെക്ട് ചെയ്ത ചില അമ്മമാരെ ഞാൻ ഇതിനകത്ത് കണ്ടു. ആമേൻ. ആരുടെയും പേരെടുത്ത് ഇന്ന് പകൽ ഞാൻ പോകുന്നില്ല, കാരണം അത് ആമേൻ നമ്മുടെ സമയപരിമിതി അത് ഉൾക്കൊള്ളുവാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്. പക്ഷെ ഞാൻ കണ്ടു ചില പിതാക്കന്മാരെ അവർ ദൈവത്തെ റെസ്പെക്ട് ചെയ്തു. ഒറ്റ വാക്കിൽ പറയാം, മാതാപിതാക്കൾ ദൈവത്തെ റെസ്പെക്ട് ചെയ്യുന്നത് കണ്ടപ്പോ അടുത്തൊരു തലമുറ ദൈവത്തെ റെസ്പെക്ട് ചെയ്യുന്നതായി എഴുന്നേറ്റ് വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം, ഇവിടെ മാതാപിതാക്കളായ നമ്മൾ ദൈവത്തെ റെസ്പെക്ട് ചെയ്യുന്നത് പോലെയാണ് നമ്മുടെ തലമുറകൾ ദൈവത്തെ റെസ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ ഈ പദത്തിലേക്ക് എനിക്ക് വീണ്ടും വരണം. ആമേൻ. 5-ാമത്തെ വാക്യം ഒന്നും കൂടി ഇടാമോ? 10:5. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും, ചില സങ്കല്പങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ദൈവിക ആമേനെന്ന് പറഞ്ഞ് റെസ്പെക്റ്റിൽ നിന്നും മാറുകയാ. സ്തോത്രം. ഈ പദങ്ങൾ നിങ്ങൾ എന്റെ കൂടെ വരണേ. ഞാൻ സങ്കല്പിക്കുന്ന സങ്കല്പങ്ങളല്ല യഥാർത്ഥത്തിൽ ദൈവം, ഞാൻ കണ്ടനുഭവിക്കുന്നതാണ് യഥാർത്ഥ ദൈവം. ഒന്നുകൂടെ പറയട്ടെ, എന്റെ സങ്കല്പങ്ങളല്ല ദൈവം. യെസ്, ഹലോ. സങ്കല്പങ്ങളല്ല ദൈവം. ഹലോ, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ആമേൻ, ഹല്ലേലൂയ. ഞാൻ സങ്കല്പിച്ചത് എവിടെങ്കിലും പോയാൽ കാണാം, എന്തെങ്കിലും ചെയ്താൽ കാണാം, എന്തെങ്കിലും പറഞ്ഞാലാകാം. ഇല്ല, നമ്മൾ സങ്കല്പിക്കുന്നതല്ല. ഇന്ന് പകൽ സങ്കല്പങ്ങളിൽ മാനുഷികമായ എൻ്റെ സങ്കല്പത്തിനകത്ത് എൻ്റെ ദൈവത്തെ എനിക്ക് ലിമിറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചാൽ എനിക്കൊരിക്കലും റെസ്പെക്റ്റ് ചെയ്യേണ്ടതുപോലെ എൻ്റെ ദൈവത്തെ റെസ്പെക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. ഒരു പദം പറഞ്ഞ് ഞാൻ അവിടുന്ന് മുന്നോട്ട് വരാം. എൻ്റെ സങ്കല്പങ്ങൾക്ക് അപ്പുറമാണ് ദൈവം. ചേർന്നൊരു ആമേൻ പറയാം. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു സംഘടനയ്ക്കോ ഏതെങ്കിലും ഒരു സമുദായത്തിനോ ഏതെങ്കിലും ഒരു ജീവിത മേഖലകൾക്കോ പരിമിതപ്പെടുത്തി നിർത്തുവാൻ കഴിയുന്നതല്ല ദൈവം. സ്തോത്രം. അതുകൊണ്ട് ഹൃദയത്തിൻ്റെ അകത്ത് നിന്നും മനസ്സിൽ നിന്ന് ദൈവത്തെ എനിക്ക് റെസ്പെക്റ്റ് ചെയ്യണമെങ്കിൽ എൻ്റെതായ എല്ലാ സങ്കല്പങ്ങളും എന്ത് ചെയ്യണം? പൊളിയണം. ചേർന്നൊരാമേൻ പറയാമോ? ഓക്കെ, അടുത്ത പദം അവിടുന്ന് ഞാൻ അടർത്തിയെടുക്കാം. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഉയർച്ചകളും. ഹലോ, സ്തോത്രം. എപ്പോഴാ എനിക്ക് ചില ആമേൻ ഹല്ലേലൂയ സമയങ്ങളിൽ ദൈവത്തെ ദൈവമെന്ന് അറിഞ്ഞ് റെസ്പെക്റ്റ് ചെയ്യാൻ കഴിയാതെ പോകുന്നറിയാമോ? എൻ്റെ ചില ഉയർച്ചകളുടെ നടുവില. നിങ്ങളൊരു ആമേൻ പറഞ്ഞില്ല. എൻ്റെ ഭൗതിക ഉയർച്ച, എൻ്റെ ശാരീരിക ഉയർച്ച, എൻ്റെ മാനസിക ഉയർച്ച, എൻ്റെ എഡ്യൂക്കേഷൻ ഉയർച്ച, ഈ ഉയർച്ചകൾ. പക്ഷേ ഇന്ന് പകൽ ഞാൻ ദൈവസഭയോട് ആത്മാവിൽ പ്രബോധിപ്പിക്കാം, നമ്മുടെ ഉയർച്ചകൾ ദൈവികമാണോ അതോ ദൈവിക പരിജ്ഞാനത്തിന് വിരോധമാണോ എന്ന് ഓരോ ദിവസങ്ങളും നമ്മൾ വിലയിരുത്തണം. ഒന്നുകൂടെ ഞാൻ പറയാം, എന്നെ ഉയർത്തുന്ന ഉയർച്ച ദൈവിക പരിജ്ഞാനത്തിൻ്റെ അകത്താണോ അതോ ദൈവിക പരിജ്ഞാനത്തിന് വിരോധമാണോ എന്ന് നമ്മൾ ആത്മാവിൽ തിരിച്ചറിയുന്നില്ലെങ്കിൽ ദൈവിക പരിജ്ഞാനത്തിന് വിരോധമായി വരുന്ന ഉയർച്ചകൾ എൻ്റെ ദൈവത്തെ റെസ്പെക്റ്റ് ചെയ്യാൻ എന്നെ അനുവദിക്കത്തില്ല. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, എല്ലാ ഉയർച്ചകളും ദൈവികമല്ല, എല്ലാ താഴ്ചകളും ദൈവികമല്ല. ആമേൻ. ദൈവിക ഉയർച്ചയിൽ നമ്മൾ ദൈവത്തെ റെസ്പെക്റ്റ് ചെയ്യും, ദൈവികമായ താഴ്ചകളിലും നമ്മൾ ദൈവത്തെ റെസ്പെക്റ്റ് ചെയ്യും. ദൈവികമല്ലാത്ത താഴ്ചകളിൽ നമ്മൾ ദൈവസന്നിധിയിൽ പിറുപിറുക്കും. ദൈവികമല്ലാത്ത ഉയർച്ചകളിൽ ഈ പദം കറക്റ്റാണ്, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയർന്നു വരുന്ന ഉയർച്ചകൾ ഇടിയപ്പെടുന്നില്ലെങ്കിൽ അത് നമ്മെ ഇടിച്ചു കളയും. അതുകൊണ്ട് ഭക്തർ പാടിയത്, ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ ഇന്ന് ആരായിപ്പോയി? അന്യരായിപ്പോയി. കാരണം എന്നറിയാമോ? ഉയർച്ചകൾ ദൈവികമല്ലാത്ത മേഖലകളിലേക്ക് കയറി. ഇന്ന് പകൽ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാ, ഒരു വേദി നമ്മുടെ മുൻപിൽ ഉണ്ടെങ്കിൽ, ഒരു പൊസിഷൻ നമ്മുടെ മുൻപിൽ ഉണ്ടെങ്കിൽ, ഒരു നന്മ നമ്മുടെ മുൻപിൽ ഉണ്ടെങ്കിൽ, ഒരു സാധ്യത നമ്മുടെ മുൻപിൽ ഉണ്ടെങ്കിൽ ആ ഉയർച്ച ദൈവികമായിരിക്കണം. അങ്ങനെ ദൈവികമായ ഉയർച്ച വരുന്ന ഒരുവന് ആ ഉയർച്ചയ്ക്കകത്തല്ല, അവൻ്റെ മനസ്സെപ്പോഴും അവൻ്റെ ദൈവത്തിന് റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. തിരുവചനത്തിനകത്തൂടൊന്ന് യാത്ര ചെയ്താൽ ഉയർച്ചകൾക്ക് നടുവിൽ ദൈവത്തെ മറന്നുപോയ എത്രയോ വ്യക്തികളുണ്ടല്ലേ? ഭക്തരെന്ന് ഞാൻ പറയുന്നില്ല, എത്രയോ വ്യക്തികളുണ്ട്. ഉയർച്ചകൾ വന്നു, പക്ഷേ അവർ ദൈവത്തെ എന്ത് ചെയ്തു? മറന്നു കളഞ്ഞു. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആത്മാർത്ഥമായിട്ട് ഞാൻ പറയാം, മനസ്സുകൊണ്ട് നമ്മൾ ദൈവത്തെ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങിയാൽ ഒരു ഉയർച്ചയും നമ്മെ ദൈവത്തിങ്കിൽ നിന്ന് മാറ്റുകയില്ല.
ഹല്ലേലൂയ. പൗലോസ് പറയുന്നത് പോലെ ആമേൻ ഹല്ലേലൂയ, കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ, നമ്മുടെ ഭാഷയിൽ ഉയർച്ചകളോ വാഴ്ചകളോ താഴ്ചകളോ ഒന്നും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നാണ് വചനം പറയുന്നെങ്കിൽ, ഇന്ന് പകൽ ഞാൻ ഇങ്ങനൊന്ന് പറഞ്ഞോട്ടെ, എനിക്ക് ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തിൽ നിന്ന് എന്നെ മാറ്റാൻ കഴിയത്തില്ല. ഇന്ന് പകൽ എത്ര പേരെന്നോട് ചേർന്ന് പറയൂ, ഞാൻ ദൈവത്തെ റെസ്പെക്റ്റ് ചെയ്യേണ്ടവനാണ്, ഞാൻ ദൈവത്തെ ബഹുമാനിക്കേണ്ടവനാണ്, അതിൽ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ റെസ്പെക്റ്റ് ചെയ്യണം. സ്തോത്രം. ശരീരത്തെ കൊണ്ട് പറയുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി, ഈ ശരീരം കൊണ്ട് നമ്മൾ ദൈവത്തെ റെസ്പെക്റ്റ് ചെയ്യണം. ചേർന്നൊരാമേൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാനതുകൊണ്ട് ഇന്ന് മനഃപൂർവ്വമായി ഇതൊക്കെ ഇട്ട് വന്നേ. ഇന്നലെ രാത്രി മുതൽ കർത്താവിനോട് ഇടപെട്ടു. സത്യമായ കാര്യമാണ്. അതിനുവേണ്ടി തന്നെ പാസ്റ്ററെ ഇന്നിട്ടത്. ചില സമയത്ത് ഇടുന്ന അതിനു വേണ്ടിയല്ല, അതിപ്പോൾ പറയുന്നില്ല. ഓക്കെ, ഹല്ലേലൂയ. ഇന്നിട്ടത് ഇതിനു വേണ്ടി തന്നെയാണ്. കാരണം ആലയത്തിൻ്റെ അകത്ത് വരുമ്പോൾ നമ്മുടെ വസ്ത്രധാരണം, നമ്മുടെ ഇരിപ്പ്, നമ്മുടെ കർത്താവ് പറഞ്ഞു, ശരീരം കൊണ്ട് നീ ദൈവത്തെ എന്ത് ചെയ്യണം? റെസ്പെക്റ്റ് ചെയ്യണം. ഞാൻ എവിടെ പോകുന്നത്, ഞാൻ ആരുടെ മുമ്പിലാണ് പോകുന്നത്? ഒറ്റ കാര്യം കഴിഞ്ഞ രാത്രി കർത്താവിനോട് പറഞ്ഞ, ഇവിടെയുള്ള ഏത് ലോകത്തിൻ്റെ ഉന്നതന്മാരുടെ മുമ്പിൽ പോകുന്നതിനേക്കാൾ ഏറ്റവും മാന്യമായി പോകേണ്ട ഒരിടം എൻ്റെ ദൈവത്തിന് മുമ്പിലാണ്. എൻ്റെ ശരീരം അവിടെ ദൈവത്തെ റെസ്പെക്റ്റ് ചെയ്യുക. വിത്ത് മൈ എൻ്റെ ബോഡി കൊണ്ട്. അവിടുത്തെ പദം അങ്ങനെ, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദം, ഇത് മൂന്നും നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ദൈവത്തെ റെസ്പെക്റ്റ് ചെയ്യുക. ഞാൻ മാന്യമായി ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ, ഞാൻ ആമേൻ സന്തോഷത്തോടെ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ, ആമേൻ ഹല്ലേലൂയ, കഥ പറയാ, അവൻ വന്നത് ആരായിട്ടാ വന്നേ? ആരായിട്ടാ വന്നേ? ആരായിട്ടാ വന്നേ? ഉറക്കെ പറഞ്ഞേ ആ പദം. ദൈവത്തിന്റെ അംബാസിഡർ ആയിട്ടാ വന്നേ. ഹലോ, എൻ്റെ മകനാ വന്നത്, എൻ്റെ മകളാ വന്നത്. കണ്ടോ എൻ്റെ കുഞ്ഞു പോകുന്ന പോക്ക് കണ്ടോ? ഹലോ, അമ്മമാരെ, അപ്പന്മാരെ, പിതാക്കന്മാരെ, മാതാക്കളെ, ഒരു വിവാഹ വേദിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ മാന്യമായ വസ്ത്രം ധരിച്ച് ഒരു മണവാളന്റെ വേഷത്തിൽ, ഒരു മണവാട്ടിയുടെ വേഷത്തിൽ ആ പൊസിഷനിൽ കയറുമ്പോൾ മാതാപിതാക്കൾ അഭിമാനിക്കത്തില്ലേ? ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഞാനും നിങ്ങളും നമ്മുടെ ശരീരം കൊണ്ട് ദൈവസന്നിധിയിൽ റെസ്പെക്റ്റോടുകൂടി ആമേൻ ഹല്ലേലൂയ വരുന്നതിന്റെ ഒരു അടയാളമാണ് എൻ്റെ അപ്പൻ ആരാണെന്ന് വെളിപ്പെടുത്തി. ഉടരമന റബൽ ഘടകമന ദുരമന വേദാരഭ. ഇന്ന് പകൽ ആത്മാർത്ഥമായിട്ടൊന്ന് പറയാമോ, നമ്മുടെ ശരീരങ്ങളെ റെസ്പെക്റ്റോടുകൂടെ. പഴയ നിയമ പൗരോഹിത്യ ശുശ്രൂഷ മേഖലകളിൽ അവരുടെ വസ്ത്രങ്ങൾ നോക്കിയാൽ അറിയാം, ആമേൻ, അവർ ആലയത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെതായ എന്ന് പറയുന്നത് ഹോണറിങ് ഡ്രസ്സോടുകൂടെയാണ് വരുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ ആമേൻ ധൈര്യമായിട്ട് പറയാം, നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിനെ അല്ല ഞാൻ പറയുന്നത്, പക്ഷെ ആലയത്തിൻ്റെ അകത്ത് അപ്പൻ്റെ അരികിലേക്ക് ഞാൻ വരുമ്പോൾ ഞാൻ വരുന്നത് എൻ്റെ രാജാതി രാജാവിനെ, കർത്താതി കർത്താവിനെ, ആമേൻ, എൻ്റെ ശരീരം കൊണ്ട് ആമേൻ ഹല്ലേലൂയ ഞാൻ ബഹുമാനിക്കുന്നവനായി മാറണം. ഹല്ലേലൂയ. ശംദരാധനാദിയാലബ ശംദരാധന. ആമേൻ ഹല്ലേലൂയ. മൂന്നാമത്തെ അനുഭവം നിങ്ങളൊന്ന് വായിക്കുക. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം. ആമേൻ ഹല്ലേലൂയ. നമ്മുടെ ആത്മാവ് കൊണ്ട് നമ്മൾ ദൈവത്തെ റെസ്പെക്റ്റ് ചെയ്യുക. എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യാം? വായിക്കാം. ഗലാത്യർ 5:25 വേഗത്തിൽ. ഗലാത്യർ 5:25. ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും നാം അന്യോന്യം യെസ് ആമേൻ. ഇവിടുത്തെ ഏറ്റവും വലിയ വാക്ക് ഞാൻ നിങ്ങളോട് പറയാം. വാക്ക് ഇൻ ദ സ്പിരിറ്റ്. ആത്മാവിൽ എന്ത് ചെയ്യുക? നടക്കുക. അവിടെ ഒരു പദം എഴുതിയിട്ടുണ്ട്, ചുമ്മാ അഭിമാനം പറഞ്ഞ് നടക്കരുത്. ഹലോ, അടുത്ത വാക്കിട്ടെ മോനെ, 26-ാമത്തെ വാക്കിട്ടെ. എങ്ങനെ? വൃഥാഭിമാനികൾ ആകരുത്, ചുമ്മാ അഭിമാനിക്കരുത്. പക്ഷെ വാക്ക് ഇൻ ദ സ്പിരിറ്റ്. കർത്താവിനെ നമ്മൾ എങ്ങനെ ആത്മാവിൽ ബഹുമാനിക്കുന്നറിയാമോ, റെസ്പെക്റ്റ് ചെയ്യുന്നറിയാമോ? എൻ്റെ ചിന്ത, എൻ്റെ ഇടപെടലുകൾ, എൻ്റെ നടപ്പ് ആത്മാവിലാകുമ്പോൾ.
ചേർന്നൊരാമേൻ പറയാമോ? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ചുമ്മാ അഭിമാന വാക്കുകൾ പറഞ്ഞ് ആമേൻ. അങ്ങനെയുള്ളവരെ നമ്മൾ ഈ കാലഘട്ടത്തിൽ പറയുന്ന 2 സ്റ്റേറ്റ്മെന്റ്സുകളുണ്ട് അല്ലേ? എന്താ പറയുന്നത്? കുഞ്ഞുങ്ങളിലേക്ക് തിരിഞ്ഞ് ചോദിക്കാം. എന്താ പറയുന്നത്? ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ നോക്കി നമ്മൾ എന്നാ പറയുന്നത്? നിങ്ങൾ വരത്തില്ല, നിങ്ങൾ എൻ്റെ കൂടെ വരത്തില്ല. അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, മിണ്ടാത്തതാ. പാസ്റ്റർമാരെന്നോട് പറയുമോ എന്താ പറയുന്നത്? അയ്യോ എന്നാ, ഓ അതൊക്കെ നിങ്ങൾ ആ സ്പിരിച്വലൈസ് ചെയ്ത് പറഞ്ഞ. ഇപ്പോഴത്തെ പറയാ അജിക്ക് കറക്റ്റ് അറിയാം. പറ, ചുമ്മാ തള്ളുക എന്ന് പറയാം. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ. ഇനി കുറച്ചു നേരം നമുക്ക് തള്ളു കേൾക്കാം. എൻ്റെ പൊന്നെ വേണ്ട, ആത്മാവിൽ നീ ഒന്ന് പറ. ആത്മാവിൽ നീ പറയുമ്പോൾ, ആത്മാവിൽ നീ ചിന്തിക്കുമ്പോൾ, ആത്മാവിൽ ഇടപെടുമ്പോൾ അവിടെ സ്പിരിറ്റ് തലം ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങും. നീ ദൈവത്തെ ബഹുമാനിക്കുന്നതായി. പ്രൈസ് ദി ലോർഡ്. ദുരഭിമാനികളാകാതെ, വൃഥാഭിമാനികളാകാതെ, ആമേൻ, സെൽഫായിട്ട് നമ്മളെ തന്നെ ഉയർത്തിയെടുക്കാതെ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ബൈ കൺട്രോളിങ് യുവർ ഫിസിക്കൽ ഡിസയേഴ്സ് ത്രൂ ദ പവർ ഓഫ് ദ സ്പിരിറ്റ്. നമ്മുടെ ശാരീരികമായ മാനസികമായ എല്ലാ അനുഭവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ കൺട്രോൾഡ് ആകുന്ന ഒരു തലത്തിലാണ് നമ്മൾ ദൈവത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ആത്മാവിൽ ക്രിസ്തുവിനെ റെസ്പെക്റ്റ് ചെയ്ത്, ദൈവത്തെ റെസ്പെക്റ്റ് ചെയ്ത് ഒത്തിരി തലങ്ങൾ എനിക്ക് വ്യത്യസ്തമായിട്ട് ഫീൽ ചെയ്ത അനുഭവങ്ങളുണ്ട്. വിലക്കുകൾ വന്നാൽ ആത്മാവ് പറയും പൊക്കോളാൻ പറയുന്നെങ്കിൽ, ഒന്നുകൂടെ തിരിച്ചു പറയണമല്ലോ, മാനുഷിക വിലക്കുകൾ വരുന്നു, പരിശുദ്ധാത്മാവിന്റെ വാക്ക് കേൾക്കുന്നു. ആത്മാവിനെ നീ റെസ്പെക്റ്റ് ചെയ്യുന്നെങ്കിൽ അറിയാം, ആമേൻ, നിന്റെ അകത്ത് അടുത്ത ലെവലിലേക്ക് നീ മൂവ് ചെയ്യാൻ പോവാ. അർത്ഥം, മനുഷ്യൻ പറഞ്ഞു പോകരുത്, ദൈവം പറഞ്ഞു പോണോ. ആമേൻ. നീ എങ്ങനെ ദൈവത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നത്? ഇൻ യുവർ സ്പിരിറ്റ്. ആത്മാവിന്റെ വാക്കിന് ചെവി കൊടുക്കുക. ആമേൻ, ഹല്ലേലൂയ. ആസയ്ക്ക് പോകാൻ, ബിഥുനിക്ക് പോകാൻ, ആമേൻ, പൗലോസിനും ശീലാസിനും താല്പര്യമായിരുന്നു. പക്ഷേ ആത്മാവ് വിലക്കി, അവർ പോയില്ല. അതിന്റെ അർത്ഥം അവർ പരിശുദ്ധാത്മാവിൽ, സ്പിരിറ്റിൽ, ആത്മാവിൽ ദൈവത്തെ എന്ത് ചെയ്തു? റെസ്പെക്റ്റ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾക്കെതിരെയുള്ള ഒരു ഗ്രാമത്തിലേക്ക് പോകുക, അവിടെ കെട്ടപ്പെട്ട് കിടക്കുന്ന ഒരു കഴുതിയും അതിന്റെ കുട്ടിയെയും കാണും. ശിഷ്യന്മാരോട് ഇത് പറഞ്ഞു. അവർ എതിരെയുള്ള ഗ്രാമത്തിലേക്ക് അവർ പോയി കെട്ടപ്പെട്ട് കിടന്ന കഴുതിയെയും കുട്ടിയെയും അവർ അഴിച്ചു കൊണ്ടുവന്നു. അതിന്റെ അർത്ഥം അവർ ആത്മാവിൽ ദൈവത്തെ റെസ്പെക്റ്റ് ചെയ്തു. ഇന്ന് പകൽ ദൈവശബ്ദം കേട്ടു മൂവ് ചെയ്യാത്ത ഒരു വ്യക്തിയും ആത്മാവിൽ ദൈവത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നവരല്ല. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആത്മാവിൽ ദൈവത്തെ റെസ്പെക്റ്റ് ചെയ്യുക. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, 1 മനസ്സുകൊണ്ട് ദൈവത്തെ റെസ്പെക്റ്റ് ചെയ്യുക, 2 ശരീരം കൊണ്ട് ദൈവത്തെ റെസ്പെക്റ്റ് ചെയ്യുക, ആമേൻ, 3 ആത്മാവിൽ ദൈവത്തെ റെസ്പെക്റ്റ് ചെയ്യുക, 4ാമത് കർത്താവ് പറയുക വെൽത്ത് കൊണ്ട് ദൈവത്തെ റെസ്പെക്റ്റ് ചെയ്യുക. ആമേൻ. കർത്താവിന്റെ വചനത്തിനകത്തൂടെ നമ്മൾ മനസ്സിലാക്കുന്നു, ആമേൻ, ഹല്ലേലൂയ, നിങ്ങളുടെ എല്ലാ നന്മകൾ കൊണ്ടും നിങ്ങൾ ദൈവത്തെ എന്ത് ചെയ്യുക? റെസ്പെക്റ്റ് ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാ അത് റെസ്പെക്റ്റ് ചെയ്യുന്നത്? വെൽത്ത് കൊണ്ട് എങ്ങനെയാണ് റെസ്പെക്റ്റ് ചെയ്യുന്നത്? എനിക്ക് ഒത്തിരി വചനങ്ങൾ ബൈബിൾ വായിക്കാനുണ്ട്, പക്ഷെ ഒന്നിലേക്ക് ഞാൻ പോകുന്നില്ല, പറഞ്ഞു മാത്രം വിടാം. എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യുന്നത്? എനിക്ക് ലഭിക്കുന്ന നന്മകൾ അറിയുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ ഒന്നും മറച്ചു വെക്കുന്നില്ല എന്ന് പറയുന്നെങ്കിൽ അവിടെയാണ് ആ ദൈവത്തെക്കുറിച്ചുള്ള റെസ്പെക്റ്റ് വരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഒരു കുടുംബം, ഭർത്താവും ഭാര്യയും ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ട് അവർ ചിന്തിച്ചു, നമ്മുടെ ഈ ഭൗതിക നന്മയുടെ കാര്യം 4 ഭിത്തിക്കകത്തൊതുങ്ങി നിൽക്കുക, ഇതാരും അറിയുന്നില്ല. അനന്യാസ് പറയുന്നത് അറിയുന്നില്ല, സഫീറ പറയുന്നത് ആരും അറിയുന്നില്ല. അതുകൊണ്ട് അവർക്ക് ദൈവത്തെ ധനം കൊണ്ട് റെസ്പെക്റ്റ് ചെയ്യേണ്ടതുപോലെ റെസ്പെക്റ്റ് ചെയ്യാൻ കഴിയാതെ പോയി. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഇന്ന് പകൽ ദൈവം നൽകുന്ന നന്മകൾ 4 ഭിത്തിക്കകത്തൊതുങ്ങുന്നതല്ല, അത് സ്വർഗം അനുവദിച്ചിട്ട് കയ്യിൽ വന്നതാ എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് പകൽ അതിന്റെ വെൽത്ത് കൊണ്ട് ദൈവത്തെ റെസ്പെക്റ്റ് ചെയ്യാൻ ദൈവം പറയുമ്പോ, ആമേൻ, അത് പാസ്റ്റർക്കല്ല, അത് സഭയ്ക്കല്ല, അത് മറ്റൊരു മേഖലകളുമല്ല, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കാണ് എന്ന് തിരിച്ചറിയുന്നവർ ആ നന്മകളെ ദൈവസന്നിധിയിൽ കൊടുക്കുമ്പോ കർത്താവ് പറയാ, അവൻ ആർക്കും കടക്കാരനല്ല. Praise God, hallelujah. ഇന്ന് പകൽ എത്ര പേർ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു എൻ്റെ നന്മകൾ വർദ്ധിക്കാത്തതിൻ്റെ കാരണം എവിടൊക്കെയോ ദൈവസന്നിധിയിൽ ഞാൻ എൻ്റെ നന്മ കൊണ്ട് ദൈവത്തെ റെസ്പെക്റ്റ് ചെയ്യേണ്ടതുപോലെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. എൻ്റെ മനസ്സ് ബലപ്പെടാത്തതിൻ്റെ കാരണം എവിടൊക്കെയോ ഞാൻ മനസ്സുകൊണ്ട് ദൈവത്തെ റെസ്പെക്റ്റ് ചെയ്യേണ്ടതുപോലെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. എൻ്റെ ശരീരം ബലഹീനമാകുന്നതിൻ്റെ കാരണം എവിടൊക്കെയോ ഞാൻ ദൈവത്തെ എൻ്റെ ശരീരം കൊണ്ട് റെസ്പെക്റ്റ്
റെസ്പെക്ട് ചെയ്യേണ്ടതുപോലെ റെസ്പെക്ട് ചെയ്യുന്നില്ല. എൻ്റെ ആത്മാവ് വീണ്ടും ക്ഷീണിക്കുന്നതിന്റെ കാരണം എവിടേക്കോ എൻ്റെ ആത്മാവിൽ ഞാൻ ദൈവത്തെ റെസ്പെക്ട് ചെയ്യേണ്ടതുപോലെ റെസ്പെക്ട് ചെയ്യുന്നില്ല. ഇന്ന് പകൽക്കാലം ഒരു കാര്യം കഥ പറയാ, എന്നെ ബഹുമാനിക്കുന്നവനെ, എന്നെ ആദരിക്കുന്നവനെ, എന്നെ സ്നേഹിക്കുന്നവനെ ഞാനും സ്നേഹിക്കും, ഞാനും ആദരിക്കും, ഞാനും ബഹുമാനിക്കും. ചേർന്ന് കരമടിച്ചു കർത്താവിനൊരു സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെയാണ് ദൈവത്തെ വലുത്തുകൊണ്ട് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യഹോവയെ നിന്റെ ധനം കൊണ്ടും നിന്റെ എല്ലാ വിളവിൻ്റെയും ആദ്യ ഫലം, ഫസ്റ്റ് പ്രയോറിറ്റി ഗിവ് ടു ദി ലോർഡ്. എനിക്കറിയാം ഇവിടുന്ന് അധികം വിദൂരമല്ലാത്തൊരു സ്ഥലത്ത് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഇതിനേക്കാൾ കൂടുതൽ ആൾക്കാർ കൂടി വന്ന് ആരാധന നടന്നുകൊണ്ടിരുന്നൊരു ആലയം. ആ ആലയത്തിന് വേണ്ടി ആ കുടുംബം, അവിടെയുള്ളൊരു ഫാമിലി, ആമേൻ ഹല്ലേലൂയ, എനിക്ക് കറക്റ്റ് അറിയത്തില്ല എത്ര സെൻറ്റാന്ന്, പക്ഷേ ഒരു ആലയത്തിന് വേണ്ടി ആ സ്ഥലം വേർതിരിച്ചു. പക്ഷേ ആ സംഘടന, ആമേൻ, അവരുടെ തീരുമാനം അതാണ്. അവരുടെ സംഘടനയിൽ ദൈവാലയത്തിനു വേണ്ടി ആരെങ്കിലും ഡൊണേറ്റ് ചെയ്യുന്നെങ്കിൽ അത് മിനിസ്ട്രിയുടെ പേരിലായിരിക്കണം. പക്ഷേ ആ കുടുംബം അവർ കൊടുക്കാൻ റെഡിയാണ്. പക്ഷേ ആ സ്ഥലം എന്നും അവരുടെ പേരിൽ തന്നെ കിടക്കണം. പ്രൈസ് ദി ലോർഡ്, ആമേൻ ഹല്ലേലൂയ, ആമേൻ. നിങ്ങൾക്ക് സംഭവിച്ചറിയാമോ? ആമേൻ, ആ ആലയത്തിൻ്റെ പണി അവിടെ ഇല്ലാതായി. നേതൃത്വം തീരുമാനമെടുത്തു, സഭയ്ക്ക് വേണ്ടി വേർതിരിച്ച് കൊടുക്കാത്തവരുടെ അടുത്ത് ആ സഭയുടെ, ആ സംഘടനയുടെ ചർച്ച് വേണ്ട. പ്രൈസ് ദി ലോർഡ്, ആമേൻ ഹല്ലേലൂയ. നല്ലൊരു കൂട്ടം ആരാധിച്ചു കൊണ്ടിരുന്നവർ, ആമേൻ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ 4 സൈഡിലേക്ക് ചിതറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ആ സ്ഥലം പാസ്റ്ററെ 6 ഏക്കർ ലാൻഡ് ഉണ്ട്, 6 ഏക്കർ ലാൻഡ് ഉണ്ട്. ആമേൻ, ഞാൻ ആ പദം ഉപയോഗിക്കുന്നതിൽ നിങ്ങൾ ക്ഷമിക്കണം. ഒരു അനാഥപ്രദം പോലെ ആർക്കും പ്രയോജനപ്പെടാതെ, ഒരു കുഞ്ഞുങ്ങൾക്കും പ്രയോജനപ്പെടാതെ, ആമേൻ, ആ 6 ഏക്കർ ലാൻഡും, ആമേൻ ഹല്ലേലൂയ, അവിടെ ശൂന്യമായി കിടപ്പുണ്ട്. സ്തോത്രം. ഇന്ന് പകൽ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമ്മൾ ദൈവത്തെ റെസ്പെക്ട് ചെയ്യേണ്ടതുപോലെ റെസ്പെക്ട് ചെയ്യുന്നില്ല. ഞാൻ കൊടുക്കുന്നത് ദൈവത്തിനാണ്, ഞാൻ ദൈവനാമത്തിനാണ്. ആമേൻ. അതിനകത്ത് പിടിച്ചു വെക്കുന്ന ഒരു ലിമിറ്റ് നമ്മുടെ അകത്ത് വന്നാൽ നമ്മുടെ എല്ലാ മേഖലകളും പരിമിതപ്പെട്ടു പോകും. ആമേൻ. എൻ്റെ വാക്ക് ഞാൻ ഉപയോഗിക്കാൻ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. തലകുത്തി മറിഞ്ഞാലും നമുക്കതിനകത്ത് ഉയർച്ച ഉണ്ടാകത്തില്ല. സ്തോത്രം. ഞാനിവിടെ പണം മാത്രമല്ല പറയുന്നത്, ആമേൻ, ലാൻഡിന്റെ വിഷയം മാത്രമല്ല ഞാൻ പറയുന്നത്, ആമേൻ. പക്ഷേ എൻ്റെ ഇന്നത്തെ ചിന്ത പരിശുദ്ധാത്മാവനോട് പറഞ്ഞത്, മോനെ നീ ധൈര്യമായി സഭയ്ക്കകത്ത് പറയണോ, എന്നെ മനസ്സുകൊണ്ട് റെസ്പെക്ട് ചെയ്യണം, എന്നെ ആത്മാവിൽ റെസ്പെക്ട് ചെയ്യണം, എന്നെ ശരീരം കൊണ്ട് റെസ്പെക്ട് ചെയ്യണം, എന്നെ വെൽത്ത് കൊണ്ട് റെസ്പെക്ട് ചെയ്യണം. ഇനി തിരിച്ചു പറയാം, അങ്ങനെ റെസ്പെക്ട് ചെയ്ത ചിലർ ഇതിനകത്തുണ്ട്, ലോകം ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞവർ. ഹലോ, അങ്ങനെ ദൈവത്തെ റെസ്പെക്ട് ചെയ്തവർ ഇതിനകത്തുണ്ട്. കഴിവ് പറഞ്ഞു ഒന്നുമില്ലെന്ന്, പക്ഷെ ദൈവം അവരെ അത്ഭുതമാക്കി. ഹലോ, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ ആത്മാർത്ഥമായിട്ട് പറയാ, ഇതിൻ്റെ അകത്തു നിൽക്കുന്ന ദൈവജനത്തോട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുക, ഞാനും നിങ്ങളും ദൈവത്തെ റെസ്പെക്ട് ചെയ്തു തുടങ്ങുമ്പോൾ, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും വെൽത്ത് കൊണ്ടും റെസ്പെക്ട് ചെയ്തു തുടങ്ങുമ്പോൾ, ഉലകത്തിലെ ഒരു നന്മയല്ല, ഉലകത്തെ സൃഷ്ടിച്ചവന്റെ നന്മ നമുക്ക് മുമ്പിൽ സ്വർഗം തുറന്നു തരും. ഹല്ലേലൂയ. അന്നേരം സാം കുമരങ്കാസ് പാടുന്നത്, അവൻ ആർക്കും ഒന്ന് റെസ്പെക്ട് ചെയ്ത് നോക്കിക്കേ, സമയം കൊടുത്തൊന്ന് റെസ്പെക്ട് ചെയ്ത് നോക്കിക്കേ, മനസ്സ് കൊടുത്തൊന്ന് റെസ്പെക്ട് ചെയ്ത് നോക്കിക്കേ, ഹൃദയം കൊടുത്തൊന്ന് റെസ്പെക്ട് ചെയ്ത് നോക്കിക്കേ, വെൽത്ത് കൊടുത്തൊന്ന് റെസ്പെക്ട് ചെയ്ത് നോക്കിക്കേ. ഇതൊന്നും കുറഞ്ഞു പോകത്തില്ല, ഇതൊന്നും കുറഞ്ഞു പോകത്തില്ല, ഇതൊന്നും കുറഞ്ഞു പോകത്തില്ല. 100 കണക്കിന് അനുഭവങ്ങൾ നമ്മുടെ മുൻപിലില്ലേ മക്കളെ? ഇന്ന് പകൽ എല്ലാവരും ഒന്ന് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാമോ? നമ്മുടെ സമയം വളരെ വേഗത്തിൽ നമ്മുടെ മുമ്പിൽ ഓടുന്നത് കൊണ്ട്, ആമേൻ ഹല്ലേലൂയ, ഒറ്റ ചിന്തയോട് കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പകൽക്കാലം പറയുകയാണ്, ആമേൻ, കർത്താവിനെ റെസ്പെക്ട് ചെയ്യേണ്ടതുപോലെ. ഹല്ലേലൂയ. ശൈലാന്റി പറഞ്ഞ പോലെ ഒത്തിരി കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ വരാം. പക്ഷേ ഇന്ന് പകൽ കർത്താവിനോട് പറയാമോ, ആ കുറവുകളുടെ എല്ലാം നടുവിൽ, കർത്താവേ, ഞാൻ അങ്ങയുടെ പാദപീഠത്തിങ്കിലേക്ക് വരികയാണ്. ഞാൻ ഇന്ന് പകൽ ഒരു തീരുമാനമെടുക്കുന്നു, ആരൊക്കെ കർത്താവിനെ റെസ്പെക്റ്റ് ചെയ്തില്ലെങ്കിലും ഞാൻ എൻ്റെ കർത്താവിനെ റെസ്പെക്റ്റ് ചെയ്യും. അത് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് പറയുന്നത്, അവനെ എവിടെ വെച്ചെന്നൊന്ന് പറ, ഞാൻ എടുത്തോണ്ട് പൊക്കോളാം. അവനെ എവിടെ വെച്ചെന്നൊന്ന് പറ, ഞാൻ അവനെ എടുത്തോണ്ട് പൊക്കോളാം. കാരണം എനിക്ക് അത്രയ്ക്ക് റെസ്പെക്റ്റ് അവനോട്. അത്രയ്ക്ക് റെസ്പെക്റ്റ്. അത് യേശു ആണെന്ന് അറിഞ്ഞുകൊണ്ട് പറഞ്ഞതല്ലോ,
എവിടെ വെച്ചെന്നൊന്നു പറ. അവൻ ആ ബഹുമാനത്തോടു കൂടെ ഇന്ന് പകൽക്കാലം എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചേ. പരിശുദ്ധാത്മാവിൽ ഏതെങ്കിലും മേഖലകളിൽ അവൻ നമ്മുടെ ചിന്തയിൽ ദൈവത്തിന് റെസ്പെക്റ്റ് അല്ലാത്തത് വന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ തോട്ട്സുകൾ മാറിയിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് പകൽ ആത്മാർത്ഥമായിട്ട് പറ, കർത്താവേ എനിക്കങ്ങയെ ബഹുമാനിക്കണം. സഭയാത്മാവിൽ വളരുവാൻ, സഭ ദൈവത്തെ റെസ്പെക്റ്റ് ചെയ്യേണ്ടതുപോലെ റെസ്പെക്റ്റ് ചെയ്യാൻ കർത്താവേ ഞങ്ങൾക്ക് ബലം തരണം, കൃപ കൊണ്ട് പൊതിയണം. എല്ലാ മഹത്വവും അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, വഴി നടത്തുന്ന പരിശുദ്ധി ആത്മാവാൻ ദൈവത്തിന്റെ സഹവാസം കൂട്ടായ്മ നമ്മോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും കടന്നു വന്ന എല്ലാ ദൈവഭൃത്യന്മാരോടും ദൈവസഭയോടും ശുശ്രൂഷ എല്ലാ പ്രിയ മക്കളോടും കൂടെ ക്രിസ്തു യേശുവിന്റെ രണ്ടാം വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ